وبركاته. بسم الله، الحمد لله، والصلاة والسلام على رسول الله صلى الله عليه وسلم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه. نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا عبده ورسوله. صلى الله عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. الرحمن الرحيم يا مالك الملوك يا رب. മഹാനായ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരമകൻ അഹ്ലു ബൈത്തിലെ നമ്മുടെ മാർഗദർശിയായ സയ്യിദിനെ കൊണ്ട് പുനരാരംഭിക്കപ്പെട്ട ഈ മജ്ലിസ് അല്ലാഹു പൂർണ്ണമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഹസനത്തിന്റെ ഏടുകളിൽ മാത്രം റെക്കോർഡ് ചെയ്യപ്പെടുന്ന നല്ലൊരു സൽക്കർമ്മമായി അള്ളാഹു ഇതിനെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞ പ്രിയപ്പെട്ട നമ്മോട് ബന്ധപ്പെട്ട ആരൊക്കെയുണ്ട്, മാതാപിതാക്കളും ഭർത്താക്കന്മാരും ഗുരുവര്യന്മാരും നമ്മുടെ സന്താനങ്ങൾ, ഈയിടെ മരിച്ച നമ്മുടെ മാനപ്പയടക്കം എല്ലാ നമ്മിൽ നിന്ന് മരിച്ചു പോയവരുടെ ഖബറുകൾ അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കുമാറാകട്ടെ. അല്ലാഹു തആല വിശാലമാക്കുമാറാകട്ടെ. ഈ സംരംഭം കുറേ കാലമായി ഇവിടെ നടന്നു വരുന്നു. അതിന് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട ഉസ്താദുമാർക്ക് അർഹമായ പ്രതിഫലം അല്ലാഹു നൽകുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ ദീനിന് ഇഖ്ലാസോട് കൂടി ഖിദ്മത്ത് ചെയ്യാനുള്ള ഭാഗ്യം അല്ലാഹു നൽകുമാറാകട്ടെ. ഇങ്ങനെ നല്ലൊരു വേദി സദസ്സ് ഒരുക്കാൻ കുറേ കാലമായി നമുക്ക് സഹകരിച്ച ഈ വീട്ടുകാരൻ അർഹമർ റഹീമായ റബ്ബേ, ഈ ഒരൊറ്റ കാരണം കൊണ്ട് നാളെ അർശിന്റെ തണൽ നൽകപ്പെടുന്നവരിൽ നീ പെടുത്തണം അല്ലാഹ്. ഇതിനു വേണ്ടി പ്രവർത്തിച്ച, അഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, കഴിഞ്ഞ കാലത്ത് പ്രവർത്തിച്ച എല്ലാവർക്കും നീ സ്വർഗ്ഗം പകരം നൽകണം അല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരിമാർ, സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഒരിക്കൽ ഒരു സ്ത്രീ കടന്നു വന്നു. ഞാൻ പറയുന്നത് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നത് സ്വഹീഹുൽ ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഒരു ഹദീസാണ്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ഒരു ഉമ്മ വന്ന് പറഞ്ഞ വാക്കെന്താണെന്ന്, യാ റസൂലല്ലാഹ് ذهب الرجال ബിഹദീസിക, പുരുഷന്മാരായ ആളുകൾ തങ്ങളുടെ ഹദീസ്, തങ്ങളുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ആ മജ്‌ലിസുകളിലൊക്കെ പുരുഷന്മാർ സാന്നിധ്യമുണ്ടും ജുമുഅക്കാണെങ്കിലും ജമാഅത്തിനാണെങ്കിലും യുദ്ധവേളകളിലാണെങ്കിലും ഏത് സന്ദർഭങ്ങളിലും തങ്ങളോട് കൂടെ പുരുഷന്മാരുണ്ട്. അതുകൊണ്ട് തന്നെ ആ പുരുഷന്മാർ തങ്ങളുടെ ഇൽമിന്റെ മജ്‌ലിസുകളൊക്കെ കൊണ്ടുപോയി
ഞങ്ങൾ സ്ത്രീകളാണെങ്കിലും വീടിന്റെ ചുമരുകൾക്കുള്ളിൽ തളച്ചിടപ്പെട്ടവരല്ലേ? അതുകൊണ്ട് ഇജ്അൽ ലനാ മിൻ നഫ്സിക യൗമാ, ഇജ്അൽ ലനാ മിൻ നഫ്സിക യൗമാ, തങ്ങളുടെ ദിവസങ്ങളിൽ നിന്ന് ഒരു ദിവസം ഞങ്ങൾക്ക് വേണ്ടി നീക്കിവെക്കണം. ഞങ്ങൾക്കും ഇൽമു പഠിക്കണം, ഞങ്ങൾക്കും അറിവ് നേടണം, ഞങ്ങൾക്കും വിജയത്തിലെത്തണം. അതുകൊണ്ട് ഒരു ദിവസം ഞങ്ങൾക്ക് വേണ്ടി നീക്കിവെക്കണം എന്ന് പറഞ്ഞപ്പോ തങ്ങൾക്ക് അള്ളാഹു പഠിപ്പിച്ചു തന്ന ആ സന്ദേശങ്ങളൊക്കെയും തങ്ങൾ ഞങ്ങൾക്കും പറഞ്ഞു തരുന്ന ഒരു സദസ്സ് ഞങ്ങൾക്ക് സ്വന്തമായി വേണം എന്ന് പറഞ്ഞപ്പോ ഫഖാൽ, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉമ്മയോട് പറഞ്ഞത്, ഇജ്തമിഅന ഫീ മകാനി കദാ ഫീ യൗമി കദാ, ഇന്നാലിന്ന സ്ഥലത്ത് ഇന്നാലിന്ന ദിവസത്തിൽ നിങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടണം. നോക്ക് നിങ്ങൾ, ഈ മാതൃക ഇന്ന് തുടങ്ങിയതല്ല. നമ്മുടെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹോദരിയോട് ആ ഉമ്മയോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇജ്തമിഅന ഫീ മകാനി കദാ വഫീ യൗമി കദാ, നിങ്ങൾ ഇന്നാലിന്ന സ്ഥലത്ത്, അവിടെ കാണാം ഒരു റിവായത്തിൽ ഫീ ബൈതി ഫുലാന, ഒരു പെണ്ണിന്റെ പേര് പറഞ്ഞിട്ടു ആ സ്ത്രീയുടെ വീട്ടിൽ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടണം. പറഞ്ഞതുപോലെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ലാസ് എടുക്കാൻ വരുന്നു, ഇൽമു പറഞ്ഞു തരാൻ വരുന്നു എന്നങ്ങ് കേട്ടപ്പോ മദീനയിലുള്ള സ്ത്രീകൾ വലിയ സന്തോഷത്തോടു കൂടി വളരെ നേരത്തെ ആ സ്ഥലത്ത് ഫജ്തമഅൻ അവർ ഒരുമിച്ച് കൂടി. പറഞ്ഞതുപോലെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅതാഹുന്ന, ആ സ്ത്രീകളുടെ അരികിലേക്ക് വന്നു. എന്നിട്ട് ഫഅല്ലമഹുന്ന മിമ്മാ അല്ലമഹു അല്ലാഹ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിച്ചു കൊടുത്ത ഇൽമുകൾ ദീർഘനേരം അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു എന്നോ അസ്ഫുൽ കുതുബി ബഅദ കിതാബില്ലാഹി, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും സ്വീകാര്യമായ ഗ്രന്ഥം സ്വഹീഹുൽ ബുഖാരി, അതുപോലെ മഹാനായ ഇമാം സ്വഹീഹ് മുസ്ലിം, ഈ രണ്ട് മഹാന്മാര് രേഖപ്പെടുത്തി വെച്ച ഹദീസാണ് ഞാൻ ഇവിടെ ഓതിയത്. അതുകൊണ്ട് തന്നെ ഇത് കാര്യമുക്കിലുള്ള സഹോദരിമാരോട് പറഞ്ഞു തരേണ്ട ആവശ്യം ഇല്ല. എന്തുകൊണ്ട്? വളരെ കാലമായി നിങ്ങൾ ഇതിലുത്തരം ഒരു മജ്‌ലിസുകൾ നിങ്ങൾ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. പിന്നെ ഇടക്കാലത്ത് വെച്ച് രാജ്യത്തെ മൊത്തം പിടികൂടിയ ഭീകരമായ വളരെ വിഷമകരമായ രോഗം, വൈറസ്, ലോകം മുഴുവനും ഇരുട്ടിലാണ്ട സമയമാണത്. പള്ളികളൊക്കെയും അടഞ്ഞുപോയി, മദ്രസകൾ അടഞ്ഞുപോയി, ദീനി സ്ഥാപനങ്ങളൊക്കെയും അടഞ്ഞു കിടന്നു, സ്കൂളുകളും കോളേജുകളും എന്ന് വേണ്ട പരിശുദ്ധമായ ലോകത്തെ ഏറ്റവും ശറഫുള്ള പ്രധാന കേന്ദ്രങ്ങളായ ഇരു ഹറമുകൾ മക്കയിലെയും മദീനയിലെയും അതുപോലെ മസ്ജിദുൽ അഖ്സയും ഒക്കെ അടഞ്ഞുപോയ ഒരു സന്ദർഭം നമുക്ക് കഴിഞ്ഞുപോയി. റഹ്മുർ-റഹീമായ റബ്ബ് അത്തരം പരീക്ഷണങ്ങളെ തൊട്ട് ഇനി നമ്മെ കാക്കുമാറാവട്ടെ. നമ്മുടെ പുണ്യമായ ഇരു ഹറമുകളും ഖിയാമത്ത് നാൾ വരെ വളരെ റാഹത്തോടെ ഇസ്സത്തോടെ നിലനിൽക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഞാനിത് പറഞ്ഞത് ആ ഒരു ഇടവേളക്ക് ശേഷം ഇൽമു മുഴുവൻ നിന്നും, ദർസുകളിൽ നിന്നും, വഅദുകളിൽ നിന്നും, ക്ലാസുകളിൽ നിന്നും, ദിക്റിന്റെ മജ്‌ലിസുകളിൽ നിന്നും
ആകെ ഇരുട്ടിലേക്ക്, വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് കൂപ്പുകുത്തിയ ഈ സമയത്ത് മെല്ലെ മെല്ലെ ലോകം വെളിച്ചത്തിന്റെ തിരികൾ കത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മഹല്ല് ജമാഅത്ത് ഉണർന്ന് ചിന്തിച്ചു. അൽഹംദുലില്ലാഹ് ദർസ് ആരംഭിച്ചു, മദ്രസകളൊക്കെ തുടങ്ങി. അൽഹംദുലില്ലാഹ് ഇപ്പോ ഇൽമിന്റെ ഈ മജ്ലിസിനും തുടക്കം കുറിക്കുകയാണ്. റഹ്മാനായ റബ്ബേ, ഇഖ്ലാസ് ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. അല്ലാഹുവേ, നാളെ ആഖിറത്തിൽ നിന്റെ മുന്നിൽ വരുമ്പോ നിന്റെ ദീനിന് വേണ്ടി ഞങ്ങൾ സമർപ്പിച്ച ഒരു നല്ല സൽക്കർമ്മമായി എല്ലാവർക്കും ഇത് ഏടുകളിൽ ഇതിൽ സംബന്ധിച്ചവർക്കടക്കം നീ റെക്കോർഡ് ചെയ്യണം റഹ്മാൻ. പ്രിയപ്പെട്ട സഹോദരിമാർ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഇന്നത്തെ വിഷയം പരിശുദ്ധമായ ദീനിന്റെ ഇൽമിന്റെ മജ്ലിസിന്റെ തുടക്കം മാത്രമാണ്. ഇൻഷാ അല്ലാഹ് ഓരോ വിഷയങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് മസ്അലകളും ഇൽമുകളും ചർച്ച ചെയ്യാനുണ്ട്. ഏതായാലും സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഒരു ഹദീസാണ് ഞാൻ ആദ്യമായി ഓർമ്മിപ്പിക്കുന്നത്. എന്താണത്? അദ്ദുനിയാ കുല്ലുഹാ മതാഉൻ വഖൈറു മതാഇദ് ദുനിയാ അൽ മർഅതു സ്വാലിഹ. صدق رسول الله. الدنيا كلها متاع. ഭൂമിയിൽ മുഴുവനും മൂല്യവത്തായ വസ്തുക്കൾ നിറഞ്ഞു കിടക്കുന്നുണ്ട്. വളരെ മൂല്യമുള്ള വസ്തുക്കൾ. സ്വർണമുണ്ട്, വെള്ളിയുണ്ട്, ഗോമേതകമുണ്ട്, വൈരുദ്ധ്യമുണ്ട്, മുത്തുണ്ട്, പവിഴങ്ങളുണ്ട്, വലിയ വലിയ വിലമതിക്കാനാവാത്ത വസ്തുക്കൾ ഉണ്ട്. ആരാണ് പറയുന്നത്? സയ്യിദുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി. സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പ് ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കട്ടുകൊണ്ടുപോയ ഒരു മുത്തുണ്ട്. ആ മുത്തിന്റെ മൂല്യം പറയുന്നത് 2000 കോടിയിലധികം വില വരുമെന്ന ഒരു മുത്തിന്റെ വിലയാണ്. 2000 കോടിയിലധികം വില മതിക്കുന്ന ഒരു മുത്ത് എന്ന് ബ്രിട്ടീഷുകാരന്റെ കയ്യിലുണ്ട്, മൈസൂരിൽ നിന്ന് കൊണ്ടുപോയത്. ഇങ്ങനെ ലോകത്ത് ധാരാളം മൂല്യവത്തായ വസ്തുക്കളുണ്ട്, വില കൂടിയ വസ്തുക്കളുണ്ട്. എന്നാൽ ഭൂമിയിലെ ഏറ്റവും വില കൂടിയ, ഏറ്റവും മൂല്യമുള്ള വസ്തു അൽ മർഅത്തു സ്വാലിഹ. സ്വാലിഹത്തായ പതിവൃത്തയായ ഒരു പെണ്ണാണ്.
وخير متاع الدنيا ഭൂമിയിലെ സ്വർണത്തെക്കാളും പവിഴത്തെക്കാളും മുത്തിനേക്കാളും കോമിതകത്തെക്കാളും മരതകത്തെക്കാളും വില കൂടിയ വസ്തു ഒരു സ്വാലിഹത്തായ സ്ത്രീയാണെന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടി നിങ്ങളോട് ഭംഗി വാക്ക് പറയാൻ അല്ല ഇത് പറഞ്ഞു വെച്ചത് സ്വാദിഖുൽ മസ്തൂഖ് മുഹമ്മദ് റസൂലുള്ളാഹി അപ്പോ അൽ മർഅത്തു സ്വാലിഹ എന്ന് പറയുന്ന ഈ ഒരു വസ്തുവിന് എല്ലാറ്റിനേക്കാളും മൂല്യമുണ്ടെന്ന് പറയുമ്പോൾ പക്ഷെ വെറും പെണ്ണ് അല്ല, വെറും അൽ മർഅ എന്ന് പറഞ്ഞ് നിർത്തിയിട്ടില്ല, അതിനൊരു നിബന്ധന വെച്ചിട്ടുണ്ട്. മർഅത്തു സ്വാലിഹ, അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തുമാറാവട്ടെ. അതങ്ങനെ പറയുന്നത് ഇൻഷാ അല്ലാഹ് അൽ മർഅത്തു സ്വാലിഹ എന്ന് പറയുന്ന സ്ത്രീ ആര് എന്ന ഒരു വിഷയം നമുക്ക് വരുന്നുണ്ട്. അന്ന് നമുക്ക് തീരുമാനിക്കാം, ഓരോരുത്തർക്കും തീരുമാനിക്കാം, ഞാൻ മർഅത്തു സ്വാലിഹ ആണോ, എൻ്റെ ഭാര്യ മർഅത്തു സ്വാലിഹ ആണോ, എൻ്റെ ഉമ്മ എൻ്റെ സഹോദരി മർഅത്തു സ്വാലിഹ എന്ന ടൈറ്റിലിന് അർഹത ഉണ്ടോ എന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ പറയും. ഏതായാലും സ്ത്രീക്ക് വലിയ ഒരു മൂല്യം നൽകിയ മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. അതുകൊണ്ട് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി പെണ്ണിന് വല്ലാത്തൊരു മഹത്വം നൽകിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സിൽ, പുരുഷന്മാരുടെയൊക്കെ മനസ്സിൽ ആൺമക്കളോടാണ് പലപ്പോഴും കൂടുതൽ സ്നേഹം വരാറുള്ളത്. ദുഃഖമെന്ന് പറയട്ടെ, ചില സഹോദരിമാരും ആൺമക്കളെ കൂടുതൽ താലോലിക്കുകയും പെൺമക്കളെ അവഗണിക്കപ്പെടാറുണ്ട്. പലർക്കും അത് ജീവിതത്തിൽ അനുഭവിച്ചവരുമാണ്. എന്നാൽ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മനാല ജാരിയത്തൈനി, ഒരാള് രണ്ട് പെൺമക്കളെ, ഒരു റിപ്പോർട്ടിൽ ഒരു പെൺമക്കളെ വളർത്തി. പെൺമക്കൾ എന്ന് പറയുന്നത് എത്രമാത്രം വലിയൊരു ഭാഗ്യം അല്ല മഹാഭാഗ്യമാണെന്നോ അവിടുന്ന് പറയും. നോക്ക്, അവർക്ക് പ്രായപൂർത്തിയെത്തി അവർ വിവാഹം കഴിക്കുന്നത് വരെ രണ്ട് പെൺമക്കളെ സംരക്ഷിച്ചു വളർത്തി. ആൺമക്കൾ എന്ന പ്രയോഗം ആ ഹദീസിലില്ല, പെൺമക്കളെ വളർത്തിയാൽ. എന്നാൽ ദഖൽതു അന വഹുവ കഹാതൈനി ഫിൽ ജന്ന, രണ്ട് വിരലുകൾ ചേർത്ത് പിടിച്ചു. ശ്രദ്ധിക്കണം, രണ്ട് വിരലുകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാനും അവനും ഇതുപോലെ ചേർന്ന് സ്വർഗത്തിലായിരിക്കും. എന്തേത്? ആൺമക്കളെ കുറിച്ച് എന്തുകൊണ്ട് പറഞ്ഞില്ല? പെൺമക്കളെ വളർത്തുന്ന ആളുകൾ. മറ്റൊരു ഹദീസിൽ കാണാം, സയ്യിദത്തുനാ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസ്, ഞാനിങ്ങനെ ഇരിക്കുമ്പോ ഒരു ഉമ്മ, ഒരു യാചകയായ ഉമ്മ കയറി വന്നു. യാചകയായ ഒരു സ്ത്രീ കയറി വന്നു. എന്നോട് എന്തോ ചോദിച്ചുകൊണ്ട് എന്തെങ്കിലും തരുമോ എന്ന് ചോദിച്ച് ഒരു ഉമ്മ രണ്ട് പെൺമക്കളുടെ കൈയും പിടിച്ച് ഇങ്ങനെ വന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഫലം തജിദ് ഇൻദി ഗൈറ തംറ, എന്റെ കൈവശം അപ്പൊ നോക്കുമ്പോ വീട്ടിന്റെ ഉള്ളിൽ ഒന്നുമില്ല, ഒരു കാരക്ക മാത്രമുണ്ട്, ഈത്തപ്പഴം മാത്രമുണ്ട്. എങ്ങനെ ഞാൻ കൊടുക്കും? ഒരു ഉമ്മയും രണ്ട് പെൺമക്കളും വിഷം തൊട്ടിക്കൊണ്ടാണ് അവർ കടന്നു വന്നിരിക്കുന്നത്. ഏതായാലും ഉള്ളതിനാൽ ആ ഉമ്മന്റെ കയ്യിൽ കൊടുത്തു. ഞാനങ്ങ് കൊടുത്ത പാട്
വിശന്നു പൊരിഞ്ഞു വന്ന ആ രണ്ട് പെൺമക്കളുടെ വായിലേക്ക് ഈത്തപ്പഴം രണ്ട് ചീളാക്കിയിട്ട് ഒരു കഷ്ണം ഒരു മോളുടെയും മറ്റേ കഷ്ണം മറ്റു മോളുടെയും വഴിയിലേക്ക് വെച്ചിട്ട് ആ ഉമ്മ എഴുന്നേറ്റ് തിരിച്ചു പോകുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് വലിയൊരു വേദനയുണ്ട്. ഉമ്മമാരുടെ മനസ്സങ്ങനെയാണ്. അവരെത്ര കടുത്ത പട്ടിണിയിലാണെങ്കിലും പഠിച്ചോനെ എന്റെ മക്കൾ കഷ്ടപ്പെടരുത് ഇത് ആഗ്രഹിക്കുന്നവരാണല്ലോ ഉമ്മമാർ. ആ ഉമ്മയുടെ ആ വലിയ സ്നേഹം കണ്ടപ്പോ കുറച്ചു കഴിഞ്ഞപ്പോ കടന്നു വന്ന സയ്യിദുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി കടന്നു വന്നപ്പോ ഞാൻ പറഞ്ഞു, നബിയെ ഇങ്ങനെ രണ്ട് സ്ത്രീകളും ഒരു സ്ത്രീയും രണ്ട് മക്കളും വന്നിരുന്നു. ആ കഥയെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, മൻ ബുലിയ മിൻ ഹാദിഹിൽ ബനാത്ത്, ആരെയെങ്കിലും പെൺമക്കളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടാൽ, ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലത്. ഒരു പുരയിൽ വീട് നിറഞ്ഞു നിൽക്കുന്ന പ്രായപൂർത്തിയെത്തിയ ഒരു പെൺകുട്ടിയുണ്ടെങ്കിൽ ആ വീട്ടിലുള്ള ഉമ്മമാരുടെ ആധി മറ്റൊരാൾക്കും അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മൻ ബുലിയ മിൻ ഹാദിഹിൽ ബനാത്തി, ഈ പെൺമക്കളെ കൊണ്ട് ഒരാളെ പരീക്ഷിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും വിഷയത്തിൽ സാമ്പത്തികമായി, ആരോഗ്യപരമായി, സൗന്ദര്യപരമായി ഏത് വിഷയത്തിലെങ്കിലും ഏതെങ്കിലും ഒരു കുടുംബത്തിൽ അല്ലാഹു പരീക്ഷിച്ചു കഴിഞ്ഞാൽ ആ പെൺമക്കളെ കൊള്ള നന്മ ചെയ്തോ കുന്നലഹു സുത്രം മിനന്നാർ, ആ പെൺകുട്ടി മതി ആ മാതാവിന് ആ പിതാവിന് നരകത്തെ തൊട്ട് മറയാകാൻ കവചമാകാൻ എന്ന് പറയുന്നത് ആരാ? സയ്യിദുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ ഉമ്മമാരെ നമ്മൾ മനസ്സിലാക്കണം, പ്രിയപ്പെട്ട പെൺമക്കളെ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ ദീൻ ആദരിച്ചവരാണ് നിങ്ങൾ. അള്ളാഹുവിന്റെ ദീൻ മഹത്വം നൽകിയവരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ആൺമക്കളെയും പെൺമക്കളെയും തമ്മിൽ വേർതിരിവ് കാണിക്കരുത് എന്ന് പരിശുദ്ധമായ ദീൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് നിങ്ങൾ വേറൊരു ഹദീസ് നോക്കുമ്പോൾ കാനത്തുലഹു ഉൻസ, ഒരാൾക്കൊരു പെൺമക്കളുണ്ടായി, ഫലം യഖുദ്ഹാ വലം യുഹിൻഹാ, ആ പെൺമക്കളെ ജീവനോടെ കുടിച്ചു മൂടിയില്ല. വലം യഇദ്ഹാ, അത് പ്രത്യേകമായി ജാഹിലിയ കാലത്തുള്ള ഒരു വിഷയത്തിലേക്ക് വിരൽ ചൂണ്ടിയതാ. നമുക്കൊക്കെ അതറിയാം, നമ്മൾ ധാരാളം കേട്ടവരാണ്. ഇദാ മുശ്ശിറ അഹദുഹും ബിൽ ഉൻസ വല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കദീം തവറാ മിനൽ ഖൗമി മിൻ സൂഇ മാ മുശ്ശിറ ബിഹി എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധ ഖുർആനിൽ കാണാം. എടോ, നിന്റെ ഭാര്യ പ്രസവിച്ചത് പെൺകുഞ്ഞാണെന്ന് പറഞ്ഞാൽ വിഷമമായി മനസ്സ് വല്ലാതെ വേവലാതി കൊണ്ടു. ഏളുകളിൽ നിന്ന് മറഞ്ഞിരുന്ന് ഒളിഞ്ഞിരുന്ന് ആളുകൾ ചോദിക്കും, പറയും, നിന്റെ ഭാര്യ പ്രസവിച്ച പെണ്ണാണല്ലോ, എന്തിനു നീ നന്ന്? ആ രൂപത്തിൽ വല്ലാത്ത ഒരു കാലഘട്ടം കഴിഞ്ഞുപോയി. അവസാനം ആ മനുഷ്യൻ ചിന്തിക്കുന്നത് എന്താ? അയുംസിക്കുഹു അലാ ഹൂനിൻ അം യദുസ്സുഹു ഫിത്തുറാബ്. അയുംസിക്കുഹു അലാ ഹൂനിൻ, നാട്ടുകാരുടെ, കുടുംബങ്ങളുടെ, കൂട്ടുകാരുടെ ആക്ഷേപങ്ങളൊക്കെ സഹിച്ച് ഇവളെ വളർത്തണോ? അം യദുസ്സുഹു ഫിത്തുറാബ്, അല്ല മണ്ണിൽ കുഴിച്ചു മൂടണോ? എങ്ങനെ? അവരിങ്ങനെ കുറേ ആശ്ചര്യയായി, കുറേ സമയം ചിന്തിച്ചു. അവസാനം അവരെടുക്കുന്ന തീരുമാനം എന്താണോ? ആ കുഞ്ഞിനെ ജീവനോടെ കുടിച്ചു മൂടലാണ്. ഇതങ്ങ് പറഞ്ഞപ്പോഴല്ലേ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റത്, പൊട്ടിക്കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റത് തഫ്സീറിന്റെ കിതാബുകളിലുണ്ട്. സ്വന്തം ജന്മം നൽകിയ കുഞ്ഞിനെ ജീവനോടെ കിണറ്റിലേക്ക് തള്ളിയിട്ട ഒരു സന്ദർഭം. ആ കഥ പറഞ്ഞപ്പോ ജീവനുള്ള മോളെ അണിയിച്ചൊരുക്കി മലയുടെ മുകളിലുള്ള കിണറ്റിലേക്ക് കൊണ്ടുപോയി ഒറ്റ തള്ളങ്ങ് തള്ളുമ്പോ എന്നും പറഞ്ഞ കുട്ടിയൊന്ന് കരഞ്ഞപ്പോ, എന്നിട്ട് താഴെ കിണറ്റിൽ വീണു ശരീരം
നുറുങ്ങിപ്പോയ അല്ലെങ്കിൽ വേദനിച്ചു കരയുന്ന കുഞ്ഞ് ഉപ്പ എന്ന് വിളിക്കുമ്പോ അടുത്ത് കണ്ട പാറക്കല്ല് ഉരുട്ടിക്കൊണ്ടുവന്നു ആ കുഞ്ഞിന്റെ തലയിലേക്കിട്ട് കുഞ്ഞിനെ കൊന്നു. തിരിച്ചു വന്ന ഉപ്പമാർ എന്ന് ഖുർആനിൽ കാണാം. ജീവനോടെ കുഴിച്ചു മൂടിയ പെൺകുഞ്ഞുങ്ങളുടെ ഉപ്പമാരും ഉമ്മമാർ നാളെ അള്ളാഹു ചോദ്യം ചെയ്യും. അതൊക്കാലത്ത്. എന്നാൽ ഇന്നു ജീവിക്കാൻ അനുവദിക്കാതെ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ഉമ്മമാരുണ്ട്. എന്തേ? 2 പേരും പ്രസവിച്ചത് പെൺകുട്ടിയാണോ, അല്ലെങ്കിൽ 4 പ്രസവത്തിനും പെൺകുട്ടിയാണോ, ഭ്രൂണ ചികിത്സ നടത്തിയിട്ടോ ലാബിൽ കൊണ്ടുപോയി പെൺകുട്ടിയാണെന്നറിഞ്ഞാൽ ഭ്രൂണഹത്യ നടത്തുന്നതിനെ കുറിച്ച് തഫ്സീർ തുന്താവിയിൽ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? തഫ്സീർ തുന്താവിയിൽ പറയുന്നത് ആ ഭ്രൂണഹത്യ നടത്തുന്നത് അന്ന് ജാഹിലിയ കാലത്ത് ജീവിക്കാനെങ്കിലും ഒരു കുറച്ചു കാലമെങ്കിലും ജീവിക്കാൻ അനുവദിച്ചു പെൺകുഞ്ഞുങ്ങൾക്ക്. എന്നാൽ ജീവിക്കാൻ പോലും അനുവദിക്കാതെ അബോർഷൻ നടത്തുന്ന ആളുകൾ അവരും ഈ ആയത്തിന്റെ പരിധിയിൽപ്പെടും. എന്തിനീ പെൺകുമക്കളെ കൊന്നുകളഞ്ഞു എന്ന ചോദ്യത്തിനോ അവരും മറുപടി പറയേണ്ടി വരും. ഏതായാലും ഇൻഷാ അല്ലാഹ് മറ്റൊരു വിഷയം. ഏത്? അബോർഷൻ നടത്തുന്നത്, അതുപോലെ താൽക്കാലികമായി കൊണ്ട് കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് തടസ്സം നിൽക്കുന്നത്, സ്ഥിരമായി കൊണ്ടുള്ള ഗർഭധാരണം ഒഴിവാക്കുന്നതൊക്കെ നമ്മളെ മസ്അല വിഷയത്തിൽ വരുന്ന വിഷയം. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അല്ലാഹുവിന്റെ റസൂൽ പറയുക, പെൺകുഞ്ഞ് ജനിച്ചപ്പോ ആ പെൺകുഞ്ഞിനെ ജീവനോടെ കുഴിച്ചു മൂടിയില്ല. പെൺമക്കളെ നിസ്സാരപ്പെടുത്തിയില്ല. ആൺമകനോട് വലിയൊരു സ്നേഹം, ആൺമക്കളോട് ഒരു പ്രത്യേകമായ ഒരു പരിഗണന, ആൺമക്കളെ കാണുമ്പോൾ ഒരാദരവ്. അതേസമയത്ത് പെൺകുട്ടികളെ അവഗണിക്കുന്നത് പല ഉമ്മമാർ വരെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വളരെ മോശമായ പ്രവർത്തനമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വലം യുഹിൻഹ, നിസ്സാരപ്പെടുത്തിയതും ഇല്ല എങ്കിൽ വലം യൂസിർ വലദഹു അലൈഹ, ആൺമക്കളെ പെൺകുട്ടിയെക്കാളും പ്രത്യേകമായ സമ്മാനം കൊടുക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ പ്രശംസിക്കുന്നത് കൊണ്ടോ, ആൺകുട്ടി SSLCയിൽ ജയിച്ചു വലിയ മാർക്ക് കിട്ടി, വല്ലാത്ത പ്രോത്സാഹനം, മൊബൈൽ വാങ്ങിക്കൊടുത്തു ഉമ്മ, അതുപോലെ സൈക്കിൾ വാങ്ങിക്കൊടുത്തു ഉമ്മ, എല്ലാം നിൽക്കും പ്രോത്സാഹനം. അതേ സമയത്ത് മോളും SSLCയിൽ പാസ്സായി, പരിഗണിച്ചില്ല, പ്രോത്സാഹനം നടത്തിയില്ല. അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, വലം യൂസിർ വലദഹു അലൈഹ, പെൺമക്കളെക്കാളും ആൺമക്കൾക്ക് പ്രാധാന്യം കൽപ്പിച്ചില്ല എങ്കിൽ ഞാനും അവനും സ്വർഗ്ഗത്തിലാണ്. ഒരുപോലെ വിരൽ ചേർത്തിട്ട് നബി പറയുന്നത്. ഞാൻ എന്റെ സഹോദരിമാരോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഈ വിഷയത്തിൽ പല കുടുംബങ്ങളിലും വളരെ വേദനിപ്പിക്കുന്ന പല കാഴ്ചകളുമുണ്ട്. ഞാൻ നേരത്തെ ജോലി ചെയ്തിരുന്ന പൂരൂര് ഭാഗങ്ങളിലൊക്കെയുള്ള ഒരു സ്വഭാവം. അതെന്താണ്? വാപ്പമാരും ഉമ്മമാരും മരിക്കുന്നതിന്റെ മുമ്പ് തന്നെ സ്വത്തൊക്കെ മക്കളുടെ പേരിൽ എഴുതി വെക്കും. ആർക്ക്? ആൺമക്കൾക്ക്. എന്താണ്? പെൺമക്കളെ കല്യാണം ചെയ്തു കൊണ്ടുപോകുന്ന ഏതോ കുടുംബത്തിലേക്കല്ലേ, അതുകൊണ്ട് അവർക്ക് നമ്മുടെ സ്വത്ത് പോയിക്കൂടാ എന്ന് ചിന്തിച്ചിട്ട് പെൺമക്കൾക്കുള്ള അനന്തരം വിലങ്ങുന്ന ആളുകൾ പല ഭാഗങ്ങളിലും ഉണ്ട്. അതുപോലെ ആൺമക്കൾക്ക് വലിയ സ്ഥാനം വീടുകളിൽ നൽകുന്നവരുണ്ട്. അവർക്ക് പ്രത്യേകമായ റൂമുകളും അവർക്ക് പ്രത്യേകമായ സൗകര്യങ്ങളും. എന്താണ് ഈ ആൺമകനും പെൺകുട്ടിക്കും തമ്മിലുള്ള വ്യത്യാസം? ഇതെന്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല? അതേസമയത്ത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവിടെ സമ്പത്തോഹരി ചെയ്യുമ്പോൾ അത് മറ്റൊരു കാരണം കൊണ്ടാണ്. പുരുഷന്റെ ഇരട്ടി, പുരുഷന്റെ പകുതി ആണ് സ്ത്രീക്ക് സമ്പത്ത് അനന്തരമായി കിട്ടുന്നത്. അതിൽ കാരണം വേറെയുണ്ട്. അതേസമയത്ത് കുടുംബത്തിലെ ജീവിതത്തില്, പരസ്പര സാമൂഹിക ജീവിതത്തില്, ഇടപെടലുകളില്, അതുപോലത്തെ കാര്യങ്ങളിൽ ആൺകുട്ടിക്ക് സ്ഥാനം നൽകുകയും പെൺകുട്ടികൾക്ക് അവഗണന നൽകുകയും അരുത്. ഒരിക്കൽ നോക്ക്, നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് ബിൻ മാലിക് തങ്ങൾ പറയാം, മുസ്ലിമിന്റെ ഖാദിമാണോ? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന റജുലൻ കാന മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു സ്വഹാബി റസൂലുള്ളാഹിന്റെ കൂടെയുണ്ട്. അപ്പോഴാണ് ജാഅ ഇബ്നുല്ലാഹ്,
ആ സ്വഹാബിയുടെ ഒരു ആൺകുട്ടി ഇങ്ങോട്ട് ഓടി വന്നു. ഞങ്ങൾ ആ സദസ്സിലുണ്ട്. അപ്പോഴാണ് സ്വഹാബിയുടെ ആൺകുട്ടി ഇങ്ങോട്ട് ഓടി വന്നു. ഓടി വന്നപ്പോ തന്റെ ആൺകുട്ടിയെ നല്ല രണ്ടു ഭാഗത്തും കവിളത്തുമ്മ വെച്ചു ഉപ്പ. എന്നിട്ടോ തന്റെ മടിയിൽ തന്നെ പിടിച്ചിരുത്തി. ആര്? ഉപ്പ. അതേ സമയത്ത് കുറച്ചു കഴിഞ്ഞപ്പോഴതാ അയാളുടെ ഒരു പെൺകുട്ടി ഓടി വരുന്നു. ഓടി വന്നപ്പോൾ ആ പെൺകുട്ടി ഇങ്ങോട്ട് പിടിച്ചു. മടിയിലിരുത്തിയോ ഇല്ല, ചുംബനം നൽകിയോ ഇല്ല. കുട്ടികളുടെ മനസ്സിൽ അപകർഷത വരും. എന്തുകൊണ്ട്? ഞാനും ഒരു ചെറിയ കുഞ്ഞല്ലേ, എന്റെ ഉപ്പ അവനെ സ്നേഹിച്ചു, ഉമ്മ വെച്ച് അവനെ അവന്റെ മടിയിലിരുത്തി, ഉപ്പയുടെ മടിയിലിരുത്തിയെങ്കിൽ എനിക്ക് ഉമ്മയും ഇല്ല, എന്നെ ഇതാ ഒരു ഭാഗത്തേക്ക് മാറ്റിയിരുത്തിയിരിക്കുകയാണ്. ഇത് രണ്ടും കണ്ടു. ആര്? റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? ഫഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടും ഇങ്ങനെ വീക്ഷിച്ചിട്ട് പറഞ്ഞു, മാ അദൽത ബൈനഹുമാ, മാ അദൽത ബൈനഹുമാ. തന്റെ സ്വഹാബിയോടാണ് പറഞ്ഞു കൊടുക്കുന്നത്, തന്റെ ശിഷ്യനെയാണ് പഠിപ്പിക്കുന്നത്. മോനെ, നീ ചെയ്തത് നീതിയല്ല, അനീതിയാണ്. എന്തുകൊണ്ടോ? ആ നിന്റെ ആൺകുട്ടിയും നിന്റെ പെൺകുട്ടിയും നിന്റെ മുന്നിലേക്ക് കയറി വന്നപ്പോ എന്തേ നീ ആൺകുട്ടിയെ മാത്രം ചുംബനം കൊടുത്തത്? എന്തേ അവനെ മാത്രം നിന്റെ മടിയിലിരുത്തിയത്? പെൺകുട്ടിക്ക് നീ എന്തുകൊണ്ട് അവഗണിച്ചു? ചെയ്യാൻ പാടില്ല. കണ്ടോ? അപ്പൊ ഈ ഹദീസുകളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്, പ്രിയപ്പെട്ട സഹോദരിമാരെ, വെറും കേവലം ഭംഗിവാക്കുകളല്ല മുത്തുനബി പറഞ്ഞത്. വെറും ഭംഗിവാക്കുകളല്ല പറഞ്ഞത്, മറിച്ച് പെണ്ണ് മൂല്യവത്താണ്, മാന്യതയുള്ളവളാണ്, സംസ്കാരമുള്ളവളാണ്, വലിയ സ്ഥാനം കൽപ്പിച്ച് ആദരിച്ചവരാണ്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തന്റെ മകൾ ഫാത്തിമത്തുൽ സഹ്റാ ദൂരെ നിന്ന് കടന്നു വരുമ്പോഴേക്ക് ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് ചെന്നു, പ്രിയപ്പെട്ട മോളുടെ അരികിൽ ചെന്നു, ഇരുകവിളിലും ചുംബനം വെച്ച് മോളെ എന്തൊരു ബഹുമാനിച്ച വീട്ടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയത് ഹദീസുകളിലില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പരിശുദ്ധമായ ദീൻ ഇത് നിബിധങ്ങളോ ജീവിതത്തിൽ മുഴുവൻ കാണിച്ചു തന്നു. അവസാനം ഈ ലോകത്തോട് വിട പറയുന്ന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനം വിട പറയുന്ന സമയം ഹജ്ജത്തുൽ വിദായിൽ വലിയൊരു ഭാഗപ്രസംഗത്തിലുള്ളത് സ്ത്രീകളെ കുറിച്ചാണ്. സ്ത്രീകളുടെ വിഷയമാണ്. സ്ത്രീകളെ നോക്കണേ, അവരെ വിഷമിപ്പിക്കരുതേ, അവരെ ഒൽമ ചെയ്യരുതേ, അവരെ വേദനിപ്പിക്കരുതേ, അവരെ കഷ്ടപ്പെടുത്തരുതേ എന്ന ഒരു വലിയ ഭാഗമാണ് ഹജ്ജത്തുൽ വിദാ എന്ന പ്രസംഗത്തിലെങ്കിൽ അതും കഴിഞ്ഞു അവിടുന്ന് ലോകത്തോട് വിട പറയുന്ന സമയം റൂഹ് പിടിക്കാൻ തുടങ്ങിയതിന് ശേഷം സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബ് കരഞ്ഞുകൊണ്ട് ഉമ്മത്തി എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്ന ഒരു വാക്ക് നോക്ക്, അല്ലാഹ അല്ലാഹ ഫിന്നിസാ, അല്ലാഹ അല്ലാഹ ഫിന്നിസാ. അല്ലാഹുവിനെ സൂക്ഷിക്കണമേ, അല്ലാഹുവിനെ പേടിക്കണമേ. ഫിന്നിസായി സ്ത്രീകളുടെ കാര്യത്തില് ഫഇന്നഹുന്ന അഅ്വാനുൻ ഫീ ഐദീകും. അവര് നിങ്ങളുടെ അടുക്കൽ അല്ലാഹു ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് ഏൽപ്പിച്ചു തന്നത് പണം കൊടുത്തു വാങ്ങിയ അടിമകളായിക്കൊണ്ടല്ല. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ദീനം അംഗീകരിച്ച കലിമത്ത് സവ്വജതുക വഅൻകഹ്തുക എന്ന് ചൊല്ലി ഖബിൽതു എന്ന് ഉപ്പയും പറഞ്ഞു. ആ റബ്ബ് പറഞ്ഞ ഖുർആനിന്റെ വചനം മുരുവിട്ടുകൊണ്ട് നിങ്ങൾ വലിയ ബഹുമാനത്തിൽ സ്വീകരിച്ചതാണ് നിങ്ങളുടെ ഭാര്യമാരെ. ആ ഭാര്യമാരുടെ കാര്യത്തിൽ അല്ലാഹുവിനെ പേടിക്കണം കേട്ടോ. അല്ലാഹു നിങ്ങളെ ചോദ്യം ചെയ്യും. ഇതെപ്പോഴാ പറയുന്നത്? വഫാത്തിന്റെ ഒരൽപ്പം മുമ്പ് പോലും ഇത് പറഞ്ഞിട്ടുണ്ട്. എന്താ ഇതിന്റെ അർത്ഥം? സഹോദരിമാരെ, സ്ത്രീ എന്ന് പറയുന്നത്
നിങ്ങൾ ഒരിക്കലും കരുതി പോകരുത് അത് ആണുങ്ങൾ പള്ളിയിൽ പോകുന്നു, ആണുങ്ങൾ ജമാഅത്തിന് പോകുന്നു, ആണുങ്ങൾക്ക് എല്ലാ സൗകര്യമുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഒരു ക്ലാസ് എടുക്കുമ്പോൾ തന്നെ അവിടെ മതിൽ കെട്ടിത്തിരിച്ച് വിരി കെട്ടിത്തിരിച്ച് മറച്ച് ഞങ്ങൾ എന്താ എന്ത് പാതകം ചെയ്തിട്ടുണ്ടോ, ഞങ്ങൾക്കൊന്നും ഇറങ്ങിക്കൂടെ, എന്തിനാണ് ഇങ്ങനെയൊക്കെ കെട്ടും വലകളും മറകളും എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ഉണ്ടാകാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ ഭൂമിയിലെ ഏറ്റവും മൂല്യവത്തായ വസ്തുക്കളാണ്, അല്ലെങ്കിൽ മൂല്യവത്തായ വ്യക്തിത്വങ്ങളാണ്. എന്നാൽ ഈ വ്യക്തിത്വങ്ങളാകുമ്പോൾ തന്നെ ചിലർക്കൊക്കെ ഒരു അപകർഷതയുണ്ട്. എന്താണ്? ഇതൊക്കെ നിങ്ങൾ എങ്ങനെ പറഞ്ഞാലും സ്ത്രീകളാവുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവസ്ഥ ഞങ്ങൾക്കല്ലേ അറിയുള്ളൂ. ഒരു മാസത്തിൽ 6-7 ദിവസം ആർത്തവം. കണ്ടോ? 6-7 ദിവസം ആർത്തവം. അന്ന് നിസ്കരിക്കാനും പാടില്ല, ഖുർആനോദാനും വയ്യ, ഒരു സൽക്കർമ്മങ്ങളും വയ്യ, വല്ലാത്തൊരു വിഷമം. പിന്നെയോ നിങ്ങൾക്കാണെങ്കിൽ ജുമുഅക്ക് പോകാം, ജമാഅത്തിന് പോകാം, അങ്ങാടിയിൽ പോകാം, പുറത്തിറങ്ങാം. ഞങ്ങളോ ഈ വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ തളച്ചിടപ്പെടുന്നു. വെറും മതിലുകൾ പറഞ്ഞു, മൂല്യവത്താണെന്ന് പറഞ്ഞു ഞങ്ങളെ പോയിന്റ് ചെയ്തുകൊണ്ടാകാൻ എന്താ കാര്യമുള്ളത് എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ടാകാം. അതുകൊണ്ട് ഞാൻ എന്റെ സഹോദരിമാരോട് പ്രത്യേകം പറയുന്നു, നിങ്ങളുടെ മൂല്യം എന്ത് എന്നോ നമ്മൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒറ്റ കാര്യം പറഞ്ഞാൽ മതി. എന്താണത്? ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിലുള്ള അന്തരങ്ങൾ എന്തൊക്കെയാണ്? പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ആ വ്യത്യാസങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് നഷ്ടമാണോ ഉള്ളത്, അതല്ല നിങ്ങൾക്കത് വിജയമാണോ ഉള്ളത്? അല്ലെങ്കിൽ ആ നഷ്ടം എനിക്ക് വിജയത്തിലാക്കാൻ കഴിയുമോ? പുരുഷൻ ജുമുഅക്ക് പോകുമ്പോ, പുരുഷൻ ജമാഅത്തിന് പോകുമ്പോ, പുരുഷൻ മറ്റു മജ്‌ലിസുകളിലൊക്കെ സംബന്ധിക്കുമ്പോ, ഈ വീടിന്റെ ഉള്ളുകളിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾ ആയുസ് തീരുമ്പോ ഈ പുരുഷന്മാരുടെ ദറജയെ മറികടക്കാൻ ഞങ്ങൾക്ക് കഴിയുമോ? ചിന്തിക്കണം. കഴിയുമെങ്കിൽ ആ മാർഗങ്ങൾ എന്തൊക്കെയാ കണ്ടെത്തണം. എന്തിനാണ് ഇത്തരം മജ്‌ലിസുകൾ? നോക്ക് നിങ്ങൾ, അന്തരങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഒന്നാമത്തെ വിഷയം ഏതാണ്? ആർത്തവമാണ്. ആർത്തവം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യുൽപാദനത്തിന്റെ പ്രക്രിയയുടെ ഭാഗമായി കൊണ്ട് സ്ത്രീകളിൽ മാത്രം നിശ്ചയിച്ചിട്ടുള്ള ഒന്നാണല്ലോ സാധാരണയിൽ 6-7 ദിവസം ആർത്തവം എന്നത്. ആർത്തവം വരുന്നതോടുകൂടി ശാരീരികമായിരിക്കുന്ന അവസ്ഥകളിൽ വലിയ മാറ്റം വരുന്നു. ശാരീരികമായ അവസ്ഥകളിൽ മാറ്റം വരുന്നു, ജീവിതത്തിന്റെ സന്തോഷങ്ങളിൽ മാറ്റം വരുന്നു, ഇടപഴകലുകളിൽ മാറ്റം വരുന്നു, ദാമ്പത്യ ജീവിതത്തിൽ വിഷമം വരുന്നു. എല്ലാം കൊണ്ടും ഒരു വിഷമമുള്ള അവസ്ഥയാണല്ലോ ആർത്തവം. എന്നാൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നോക്കൂ ഉമ്മ. എന്താണത്? മാ മിൻ ഇംറഅത്തിൻ തഹീദു ഇല്ലാ കാന ഹൈദത്തുഹാ കഫാറത്തൻ ലിമാ മളാ. മാ മിൻ ഇംറഅത്തിൻ തഹീദു, ആർത്തവമുണ്ടാകുന്ന ഒരു സ്ത്രീയും തന്നെയില്ല, ആർത്തവമുണ്ടാകുന്ന ഒരു പെണ്ണും തന്നെയില്ല, ഇല്ലാ കാനത് ഹൈദത്തുഹാ, അവളുടെ ആർത്തവത്തിന്റെ രക്തത്തുള്ളികൾ കഫാറത്തുൻ ലിമാ മളാ, അവളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളെ പൊറുപ്പിക്കുന്ന കാരണമാകുന്നു. കഴിയോ? പുരുഷന്മാർക്ക് കഴിയോ? നമ്മൾ ആലോചിക്കണം. ഒരു സ്ത്രീക്ക് 7 ദിവസം അല്ലെങ്കിൽ 6 ദിവസം ആർത്തവം ഉണ്ടാകുന്നുവെങ്കിൽ എത്ര തുള്ളി രക്തം ഉണ്ടാകും? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ആ രക്തത്തുള്ളികൾ ഓരോന്നും കാന കഫാറത്തൻ ലിമാ മളാ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉദ്ധരിച്ച ഹദീസല്ലേ ഇത്? അവളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾക്ക് പൊറുക്കാനുള്ള കാരണമാണെന്ന് പറഞ്ഞാൽ ആ 7 ദിവസങ്ങളുടെ ആർത്തവത്തിന്റെ തുള്ളികളുടെ ഒറ്റ കാരണം കൊണ്ട് അവൾ കുറെ വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും, കുറെ ആരാധനകൾ അവൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും,
അതൊക്കെയും മറികടന്ന് അവളുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ തെറ്റുകുറ്റങ്ങളൊക്കെയും പുറത്തു കെട്ടാൻ കാരണം ഈ ആർത്തവത്തിന്റെ ഒരു തുള്ളിക്ക് പവറുണ്ടെന്ന് പറയുമ്പോ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ട് ഖാലൽ ഹസനുൽ ബസരി, മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഹാദിഹി, ഈ ആനുകൂല്യം എല്ലാവർക്കുമില്ല. ആർത്തവത്തിന്റെ രക്തത്തുള്ളികൾ ദോഷങ്ങൾ പൊറുക്കാനുള്ള കാരണമാകുന്നത് ആർക്കാണ്? ലിന്നിസാഇ സ്വാലിഹാത്ത്, പതിവ്രതകളായ സച്ചരിതരായ നല്ല സ്ത്രീകൾക്കാവുന്ന ഉമ്മമാർക്കാണ്, സഹോദരിമാർക്കാണ്. കണ്ടോ? അപ്പൊ ഓരോ ഹദീസിന്റെയും അവസാനത്തിലെ ഒരു ടൈറ്റിൽ നിങ്ങൾ മറന്നു പോകരുത്. ഏതാണത്? അദ്ദുന്യ കുല്ലുഹാ മത്താഉൻ വഖൈറു മത്താഇ ദുനിയ എന്ന് പറഞ്ഞെടുത്തും റസൂലുള്ളാഹി പറഞ്ഞു. അത് അൽ മർഅത്തു എന്ന് പറഞ്ഞ് നിർത്തിയില്ല, അസ്സാലിഹ, സ്വാലിഹത്തായ പെണ്ണിനിക്കാണ് എന്ന് പറഞ്ഞു. ഇപ്പൊ നോക്ക് നിങ്ങൾ, ആർത്തവത്തിന്റെ ഓരോ തുള്ളി രക്തവും അത് ദോഷം പൊറുപ്പിക്കുന്നതിന്റെ കാരണമാകുമെന്ന ഹദീസിലും പറയുന്നു. ഇത് ആർക്കാണെന്ന് നിങ്ങൾക്കറിയോ? ലിന്നിസാഇ സ്വാലിഹാത്തി, സ്വാലിഹത്തായ പെണ്ണിനിക്കാണ് എന്ന് പറയുമ്പോൾ ഈ സ്വാലിഹത്ത് നമ്മൾ അറിയണ്ടേ? ആ സ്വാലിഹത്ത് എന്ന ടൈറ്റിൽ നമ്മൾ എത്തിയോ? പഠിക്കണം നമ്മള്. കണ്ടോ? ഒന്ന്, ഇനി നമ്മൾ ആലോചിക്കണം, പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരു മാറ്റമുള്ളത് ആർത്തവമാണെങ്കിൽ, രണ്ടാമത്തെ അതെന്താ? ഗർഭധാരണം. അല്ലേ? പുരുഷന്മാർക്ക് ഒരു പ്രശ്നവുമില്ല, അവരാ സുഖങ്ങളൊക്കെ അനുഭവിച്ചു, പിന്നെ ഒരു കഴിഞ്ഞു, അവര് പോയി. പിന്നെ ഈ സഹോദരി എത്ര കഷ്ടപ്പെടണം? ഗർഭധാരണത്തോടുകൂടി തുടങ്ങിയ ക്ഷീണങ്ങള്, ഗർഭധാരണത്തോടുകൂടി അവശതകള്, ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഛർദികള്, വളരെ ക്ഷീണങ്ങള്, എന്ത് കണ്ടാലും ഓക്കാനിക്കുന്ന അവസ്ഥ, വല്ലാതെ വിഷമിച്ചു പോകുന്ന ഉമ്മമാര്. എന്നിട്ടോ ആ 9 മാസം അങ്ങ് ഗർഭം പൂർത്തിയാക്കി 10ലേക്കങ്ങ് കടക്കുമ്പോഴേക്ക് എത്രയാണ് ഓരോ ഉമ്മമാരും അനുഭവിച്ച കഷ്ടപ്പാടുകള്. അത് കഴിഞ്ഞിട്ടുള്ള പ്രസവത്തിന്റെ വേദന, സുബ്ഹാനല്ലാഹ്, മരണത്തോടു പോലും സമാനമാണെന്ന് പണ്ഡിതന്മാര് പഠിപ്പിച്ച മരണത്തിന്റെ വേദന അനുഭവിക്കണം. എത്രയോ ശരീരത്തിലെ ഞരമ്പുകൾ മുറിഞ്ഞു പോകണം, ഗർഭപാത്രം തുറന്നു കിട്ടണം, ഒരുപാട് കഷ്ടപ്പാടുകൾ. അത് കഴിഞ്ഞ് പ്രസവിച്ച് കഴിഞ്ഞാലോ, എന്നിട്ടും എന്റെ വിഷമങ്ങൾ കുറയുന്നുണ്ടോ? ഉറങ്ങാൻ പറ്റില്ല, കുഞ്ഞ് കരയുന്നു, കുഞ്ഞ് കാഷ്ടിക്കുന്നു, കുഞ്ഞ് മൂത്രമൊഴിക്കുന്നു. ഇങ്ങനെ ഒരു 2 വർഷം വരെ ഈ കുട്ടിയുടെ പിന്നാലെ നടക്കണം ഒരു സ്ത്രീയെങ്കിൽ ഇത് കുറച്ച് വിഷമമുള്ള കാര്യമല്ലേ? ഇത് പുരുഷനുണ്ടോ? അവരെന്തെങ്കിലും അറിയുന്നുണ്ടോ? അവരെ നൈമിഷികമായ സുഖം കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ? അപ്പൊ ഞങ്ങൾക്ക് കഷ്ടപ്പാടല്ലേ? അല്ലാഹു ഞങ്ങൾക്ക് വിധിച്ചതൊരു വിഷമം തന്നെയല്ലേ എന്ന് ചിന്തിച്ചവരുണ്ടെങ്കിൽ ഒരൊറ്റ ഹദീസ് നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇതേ വിഷയം ആവലാതി പറഞ്ഞ ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു സ്ത്രീ, ആ സ്ത്രീയോട് റസൂലുള്ളാഹി ചോദിക്കുന്ന ചോദ്യം നോക്ക്. അമാ തർദാ ഇഹ്ദാകുന്ന, ഉമ്മമാരെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. അമാ തർദാ ഇഹ്ദാകുന്ന, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങൾ തൃപ്തിപ്പെടൂലേ? അന്നഹ ഇദാ കാനത് ഹാമിലൻ മിൻ സൗജിഹ, ഭർത്താവിൽ നിന്നൊരു ഗർഭം ചുമക്കാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചാൽ, മക്കളില്ലാത്തവർക്കൊക്കെ അല്ലാഹു നല്ല സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കട്ടെ. ഗർഭം ചുമക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. വെറും ഒരു പ്രത്യുൽപാദനം മാത്രമല്ലത്. അവളങ്ങ് ഗർഭം ചുമന്നാൽ വഹുവ അൻഹാ റാദിൻ, ആ ഭർത്താവ് ആ പെണ്ണിനെ കുറിച്ച് നല്ല സംതൃപ്തനുമാണെങ്കിൽ, അന്ന ലഹാ മിസ്ല അജ്രി സ്വാഇമിൽ ഖായിമി ഫീ സബീലില്ലാഹ്, ഗർഭം ചുമക്കുന്നതോടുകൂടി ആ 1-ാം മാസത്തിൽ അസ്വസ്ഥത തുടങ്ങുന്നതോടുകൂടെ ഈ പെണ്ണിനിക്ക് അള്ളാഹുവിന്റെ വഴിയിൽ യുദ്ധം ചെയ്യുന്ന ആ പോർക്കളത്തിൽ വെച്ച് ആ യുദ്ധത്തിന്റെ തിരക്കിനിടയിലും നിന്ന് നിസ്കരിക്കുന്ന, പകൽ നോമ്പ് പിടിക്കുന്ന വലിയ യോദ്ധാക്കളിലെ ശുഹദാക്കളിലെ
ആ യോദ്ധാക്കൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ പ്രതിഫലം ഈ സഹോദരിക്ക് അല്ലാഹു നൽകും. ആർക്ക്? ഗർഭിണിയാകുന്ന ഒരു സ്ത്രീക്ക് ഗർഭം ചുമക്കുന്നത് ഒരു ഭാരമല്ല, ഗർഭം ചുമക്കുന്നത് ഒരു വിഷമമല്ല. അല്ലാഹു റസൂൽ പറയാണ്, അല്ലാഹുവിന്റെ വഴിയിൽ ഇബാദത്ത് ചെയ്യുന്ന, നിന്ന് നിസ്കരിക്കുന്ന, നോമ്പ് പിടിക്കുന്ന ഒരു ആളുടെ പ്രതിഫലം. ക്ഷീണം കൊണ്ട് കിടക്കുകയാണ് പെണ്ണ്, 10 മാസം അല്ലെങ്കിൽ 8 മാസമായിട്ടുള്ളൂ, ഭയങ്കര അവശയാണ്, നിൽക്കാൻ പോലും കഴിയുന്നില്ല, കാലിൽ നീര് വന്നിട്ടുണ്ട്, വലിയ വിഷമങ്ങളുണ്ട്. എന്നാലും അവളിതാ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ, നോമ്പ് പിടിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ പ്രതിഫലം ആ സ്ത്രീക്ക് അല്ലാഹു റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞ് നിർത്തിയോ? അവൾക്ക് പ്രസവവേദന വന്നാലോ? പ്രസവവേദന വരും കേട്ടോ. പല പെണ്ണുങ്ങൾക്കും പ്രസവിക്കാൻ മടിയാ. എന്നിട്ട് എന്ത് ചെയ്യാ? നേരത്തെ തന്നെ സിസേറിയൻ ഓപ്പറേഷനൊക്കെ എന്ത് ചെയ്യാൻ ഏർപ്പാട് ചെയ്യുക. ആ ഏർപ്പാട് ചെയ്യുന്നതിനനുസരിച്ച് കൊണ്ടുള്ള മാറ്റവും ഇപ്പൊ കാണുന്നുണ്ട്. നല്ലൊരു ശതമാനം സ്ത്രീകൾക്ക് പ്രസവിക്കുന്നില്ല. ഒക്കെ എന്താ, പ്രസവം അറിഞ്ഞിട്ടില്ല, അതിന് മുമ്പ് മയക്ക് സൂചി കൊടുത്തു, ഇവരെന്ത് ചെയ്തു? വയറ് കയറി ഓപ്പറേഷൻ കഴിഞ്ഞ് അവൾക്ക് ബോധം വരുമ്പോ അവളെ കുഞ്ഞടുത്തുണ്ട്. ഇത്രയും പിന്നെ ആ ഉമ്മക്ക് ആ കുട്ടിയോട് കണക്ഷനും ഉമ്മയുടെ കണക്ഷൻ ഉണ്ടാകുമ്പോഴേ ആ മക്കളോട് ഉമ്മക്ക് സ്നേഹം തോന്നുള്ളൂ. ആ മക്കൾക്ക് ഉമ്മനോട് ഇങ്ങോട്ടും തിരിച്ചു സ്നേഹം ഈ കണക്ഷനിലൂടെ അല്ലാഹു നൽകുന്നുണ്ട്. നിങ്ങൾ കേൾക്കണം സഹോദരിമാർ, നമ്മളെ വീട്ടില് ഒരു കോഴിനെ വളർത്തുന്നുണ്ട്. എന്നിട്ടുണ്ട് ഈ കോഴിക്ക് നിങ്ങളൊരു 5-6 കോഴിമുട്ട അടവെച്ചു കൊടുത്തു. അടവെച്ചു കൊടുത്ത് അതിങ്ങനെ ഈ തള്ളക്കോഴി അതിന്റെ മുകളിൽ ഇങ്ങനെ കുറച്ചിരിക്കും. ഇരിക്കുകയെന്ന് പറഞ്ഞാൽ കോഴി അതിന്റെ മുകളിൽ അടയിരിക്കുക എന്ന് പറഞ്ഞാൽ കോഴിയിൽ അല്ലാഹു ഉൽപ്പാദിപ്പിക്കുന്ന കൃത്രിമമായൊരു ചൂട് ആ കോഴിമുട്ടക്ക് നൽകും. പക്ഷെ അത് വെറുതെ ഒരു ചൂടല്ലത്, അതൊരു വലിയ കണക്ഷനാണ്. ചൂട് നൽകി 5-6 കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിങ്ങനെ തള്ളക്കോഴിയുടെ ഒപ്പം ഇങ്ങനെ നടക്കുക. സമയത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഈ അണ്ണന്മാര്, കോഴിക്കുഞ്ഞുങ്ങളെ വിൽക്കുന്ന അണ്ണന്മാരിങ്ങനെ വരുമ്പോ ഒരു 4-5 കോഴിക്കുട്ടികൾ നിങ്ങൾ അതും വാങ്ങി വെച്ചിട്ട് ഈ തള്ളക്കോഴിയുടെ കൂടെ കൊടുത്തു. അല്ലെങ്കിൽ 2 കോഴിക്കുഞ്ഞുങ്ങളെ നിങ്ങൾ വാങ്ങിയിട്ട് ഇതേ വലിപ്പമുള്ള 2 മാസം 1 മാസത്തിൽ കഴിഞ്ഞ കുട്ടികളെ കൃത്രിമമായ കറണ്ടിന്റെ ചൂടിൽ ഉൽപ്പാദിപ്പിച്ച ആ മക്കളെന്ന് വെച്ചുകൊടുത്തുകൊണ്ട് എന്നിട്ട് ഈ തള്ളക്കോഴി കുക്കുക നേരെ അടവച്ചു വിരിഞ്ഞ 6 മക്കളെയും കൃത്രിമമായ കറണ്ട് കൊണ്ട് ഉൽപ്പാദിപ്പിച്ച 2 മക്കളെയും അങ്ങ് വെച്ച് ഇങ്ങനെ നടക്കും. തള്ളക്കോഴി നടക്കുന്നിടത്തൊക്കെ ഇവർ ഒരൊറ്റ അക്ഷരം ഉണ്ടാവും, ഒക്കെ ബി പി ബി പി പി എന്നുണ്ടാവും, ഒന്നും ഉണ്ടാവില്ല, ABC ഒന്നും അവർക്കില്ല, ആകെ ബി പി എന്ന് പറഞ്ഞ് നടക്കും. അങ്ങനെ നടക്കുന്നതിന്റെ ഇടയിൽ മുകളിൽ ഒരു പരുന്ത് വന്നു. പരുന്തെന്ന് വന്നാൽ തള്ളക്കോഴി പെട്ടെന്നതറിയും. തള്ളക്കോഴിയിൽ നിന്ന് ഒരു സൈറൻ മുഴങ്ങാൻ ഒരു ശബ്ദം, ഒരു വല്ലാത്തൊരു ശബ്ദം കൊണ്ട് പുറപ്പെടുവിക്കും. ആ ശബ്ദം കൊണ്ട് പുറപ്പെടുവിക്കുമ്പോ ഈ കോഴിയുടെ ചൂട് തട്ടി വിരിഞ്ഞ ഈ മക്കൾ ഓടിച്ചു. തള്ളക്കോഴികൾ ഷട്ടർ പൊന്തിക്കുമ്പോൾ ചെറുകിട് പൊന്തിക്കും, കുഞ്ഞുങ്ങളൊക്കെ അതിന്റെ ഉള്ളിലേക്കാണ് കയറും, ഷട്ടർ എന്ന് കാട്ടും. അപ്പോഴും ഈ ലഗോൺ കോഴികൾ അല്ലെങ്കിൽ കൃത്രിമമായി ചൂട് വെച്ച് വിരിഞ്ഞ ആ മക്കൾ ഇങ്ങനെ അപ്പം പി പി എന്ന് പറയുന്ന അവർ ഈ തള്ളയുമായി കണക്ഷൻ എന്ത് ചെയ്യും? പരുന്ത് വന്ന് ആ മക്കളെ വാങ്ങിക്കൊണ്ടുപോകും. എന്തുകൊണ്ടാണത്? ഉമ്മയിൽ നിന്നും അല്ലാഹു നൽകിയ ആ കണക്ഷനിലൂടെ പ്രസവിക്കുന്ന ഉമ്മമാർക്ക് മക്കളോടൊരു പ്രത്യേകമായ ബന്ധമുണ്ട്. ഏതായാലും ആ പ്രസവം നടക്കുന്ന സമയത്ത് ഒരുപാട് ഉമ്മ കഷ്ടപ്പെടണം, ഒരുപാട് വേദനിക്കണം. എന്നാലും അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ലം യഅലം അഹ്ലു സമാവാതി വൽ അർളി, ആകാശഭൂമിയിലുള്ള ഒറ്റ ഒരാൾക്കും അറിയില്ല, മാ ഉഖ്ഫിയ ലഹാ മിൻ ഖുറത്തി അഅ്യുൻ,
ആ പ്രസവ വേദന അനുഭവിക്കുന്ന പെണ്ണിന് അല്ലാഹു ഒരുക്കി വച്ചിരിക്കുന്ന നിഅമത്തുകൾ, പ്രതിഫലങ്ങൾ എത്രയാണെന്ന് ഒറ്റരോക്കും പറയാൻ കഴിയില്ല. അതിന് മാത്രം വലിയ നിഅമത്തൊന്നും ഒരുക്കി വെച്ചിട്ടുണ്ട്. വെറുതെയാണോ? ഒരു പ്രസവം എന്ന് പറഞ്ഞാൽ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൈദാ വദഅത്, അവൾ പ്രസവിച്ചു കഴിഞ്ഞാൽ ലം യഖ്റുജ് മിൻ ലബനിഹാ ദുർഅത്തുൻ വലം യമുസ്സ മിൻ സദിഹാ മുസ്സത്തുൻ, അവളുടെ മുലയിൽ നിന്ന് ഒരു തുള്ളി പാൽ ഇങ്ങോട്ട് പുറത്തേക്ക് വന്നു, അല്ലെങ്കിൽ കുഞ്ഞ് ആ പാല് മൊത്തി കുടിച്ചു. അങ്ങനെ ഒരു തുള്ളി പാല് ആ മുലയിൽ നിന്ന്, സ്ഥലത്തിൽ നിന്ന് ഈ കുഞ്ഞു കുടിക്കുമ്പോ അല്ലെങ്കിൽ പുറത്തേക്ക് വരുമ്പോ സുബ്ഹാനല്ലാഹ് ഇല്ലാ കാന ലഹാ ബികുല്ലി ജുർഅത്തിൻ, ആ കുഞ്ഞു കുടിക്കുന്ന ഒരു ഇറക്കു പാലിന് അല്ലാഹു നൽകുന്ന പ്രതിഫലം എന്താണെന്നറിയോ? വബികുല്ലി മുസ്സത്തിൻ ഹസനാ, ഒരു തുള്ളി പാലിന് ആ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹസനത്ത് കൊടുക്കുമ്പോ 1000 തുള്ളിയാണോ വരുന്നത്? അല്ല, 10,000 തുള്ളിയാണോ വരുന്നത്? കാരണം മുല കൊടുക്കേണ്ടുന്ന കാലാവധി എത്രയാ? അതൊന്നില്ല. അതൊക്കെ മറ്റൊരു വിഷയമാണ്, ഇൻഷാ അല്ലാഹ് പിന്നെ പറയാം. എന്താ പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞത്? എന്താ? ഈ സ്ത്രീകൾ അവരുടെ മക്കൾക്ക് 2 കൊല്ലം പൂർണ്ണമായും മുല കൊടുക്കട്ടെ. വൽവാലിദാത്തു യുർദിഅന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈൻ, തന്റെ മക്കൾക്ക് 2 വർഷം മുല കൊടുക്കട്ടെ എന്നാണ് ഖുർആൻ പറഞ്ഞത്. അത് പൂർണ്ണമായി മുല കൊടുക്കൽ പൂർണ്ണമായി കൊടുക്കണമെന്ന് ഉദ്ദേശിക്കുന്നുവെങ്കിൽ 2 വർഷം. അത് ഉദ്ദേശിക്കുന്നില്ല ഭാര്യ ഭർത്താവ് അടുത്ത് നോക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഏതായാലും ഈ ഒരു തുള്ളി പാല് ഈ കുഞ്ഞിന്റെ വയറ്റിലേക്ക് എത്തുമ്പോ ഈ ഉമ്മക്ക് ഇങ്ങനെ അശ്രത്തുകൾ കൂടി 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 ഇങ്ങനെ വരുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നിർത്തിയോ? ഇല്ല. അവിടുന്ന് പറഞ്ഞു, ഒരു രാവ് ഈ ഉമ്മ ഈ കുഞ്ഞിന് വേണ്ടി ഉറക്കൊഴിച്ചു. ഒരു രാവ്. കാരണം മുല കൊടുത്തിങ്ങനെ എല്ലാം ഉറക്കിയിട്ടുള്ളൂ. ഉമ്മ ഉറങ്ങട്ടെ കുഞ്ഞു കരഞ്ഞു, പിന്നെയും എഴുന്നേറ്റു, പിന്നെയും കരഞ്ഞു, പിന്നെയും എഴുന്നേറ്റു. അപ്പോഴേക്ക് മൂത്രം വെച്ച് കാർഷിച്ചു, ഛർദിച്ചു. ഇങ്ങനെ ഒരു രാവ് ഉറക്കൊഴിക്കേണ്ടി വന്നോ? ഒരു രാവ് ഉറക്കൊഴിക്കുമ്പോ 70 അടിമകളെ അല്ലാഹുവിന്റെ വഴിയിൽ ചൊല്ലിയ മോചിപ്പിച്ച പ്രതിഫലം കൊടുക്കുമെന്ന് ആര് പറയുന്നത്? സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. എന്താ പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രസവിച്ചൂടെ? 2 പേരും നിർത്തണ്ട, എത്രയും പ്രസവിക്കാം. കാരണം ഇതൊരു പുരുഷൻ ആഗ്രഹിച്ചാൽ നടക്കൂ? ഇല്ല. ഒരു പുരുഷൻ ആഗ്രഹിച്ചാൽ കിട്ടോ? കഴിയില്ല. അപ്പൊ ഇത്രയും വലിയ ഈ അനുഗ്രഹം പറഞ്ഞിട്ട് ആ ഹദീസിന്റെ അവസാനവും പറയുന്നുണ്ട്, അത്തദ്രീന മൻ അഅനി ബിഹാദാ, അത്തദ്രീന മൻ അഅനി ബിഹാദാ, ഈ വലിയ പുണ്യം ലഭിക്കുന്ന ഉമ്മ ആര് എന്ന് നിങ്ങൾക്ക് അറിയുമോ? അൽ മുതനഇമാതു സ്വാലിഹാത്തുൽ മുതീഅതു ലി അസ്വാജിഹിന്ന. അവിടെയും പറയുന്നത് സ്വാലിഹാത്താണ്. അപ്പൊ പിന്നെ സ്വാലിഹത്ത് ആരാ നമ്മൾ പഠിക്കണ്ടേ? സ്വാലിഹത്ത് ആരാ നമ്മൾ അറിയണ്ടേ? അപ്പൊ അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഇന്ന് നമ്മൾ തുടക്കം കുറിക്കുക എന്ന നിലക്കൊരു വിഷയത്തിലേക്ക് ഒന്നും പോകാതെ, സ്ത്രീ ആരാണ്, അവരുടെ മഹത്വം എന്താണ്, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വലിയ അനുഗ്രഹം ആ ഹദീസിൽ തന്നെ കാണാം. ഇനി ഏതെങ്കിലും ഒരു പെണ്ണ് മരിച്ചുപോയി ഫീ ഹംലിഹ, അവളുടെ ഗർഭത്തിലായിക്കൊണ്ട് ഏതെങ്കിലും ഒരു സ്ത്രീ മരിച്ചു പോയിട്ടുണ്ട് എങ്കിൽ അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് എന്താണെന്നറിയോ? അവൾ മരിച്ച ബൈൻ മാതത്ത് ഫീമാ ബൈന ദാലിക ഫഇന്ന ലഹാ അജ്റു ഷഹീദ്. ഇമാം തബറാനി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇത് ആ പെണ്ണ് ആ ഗർഭത്തിലെങ്ങാനും മരണപ്പെട്ടാൽ അല്ലാഹു കാക്കുമാറാവട്ടെ, വല്ലാത്തൊരു സങ്കടമാണ്. ഇപ്പൊ ഈ അടുത്ത് പോലും ഒരിക്കൽ പത്രത്തിൽ വായിച്ചു, 18 കൊല്ലമായി വിവാഹം കഴിഞ്ഞിട്ട്, 18 കൊല്ലം. നേരാണൊന്നും ബാക്കിയില്ല. എല്ലായിടത്തും നിർത്തിയാക്കി, എല്ലാ ചികിത്സകളും ചെയ്ത് അവസാനം ഈ പെൺകുട്ടി
ഗർഭിണിയായി. അങ്ങനെ ഗർഭിണിയായി ആ കുഞ്ഞു പ്രസവിച്ച് ആ ഉമ്മ കുഞ്ഞു ബാഹ്യലോകത്തേക്ക് ജനിച്ച് ജീവനോടെ വരുമ്പോ ഉമ്മ മൗത്തായിപ്പോയി. എന്തോ ഒരു സങ്കടമാണ്. കണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആ പെണ്ണിനിക്ക് ഫഇന്ന ലഹാ അജ്റു ഷഹീദിൻ. ത്വബറാനി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസാണ്. ആ പെണ്ണിനിക്ക് ഒരു ഷഹീദിന്റെ കൂലിയുണ്ട്. അപ്പൊ ഇത്രയും വലിയ ഒരു ഭാഗ്യമാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരു പെണ്ണായി ജനിക്കുക, അവൾ ഗർഭിണിയാവുക, അവൾക്ക് മക്കളുണ്ടാവുക. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പോകുമ്പോ ഒരു ഉമ്മ ഇങ്ങനെ എതിരെ വരുന്നു, ഒരു സഹോദരി. ആ ഉമ്മ ഗർഭിണിയാണ്, വയറ് പൊന്തി ഗർഭിണിയാണ്. മാത്രമല്ല ഒരു കുട്ടിയെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ വിഷമിച്ച് ഇങ്ങനെ നടന്നു പോകുന്നത് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്? ഹമിലാത്തുൻ വാലിദാത്തുൻ മുർദിയാത്തുൻ റഹീമാത്തുൻ. എന്തൊരു ഭാഗ്യവതികളാണ് ഈ പെണ്ണുങ്ങള്. ഗർഭിണികളാണ്, ഉമ്മമാരാണ്, മുല കൊടുക്കുന്നവരാണ്, കാരുണ്യം ചെയ്യുന്നവരാണ്. ലൗലാ ലൗലാ മാ യുസ്അലു അൻ അസ്വാജിഹിന്ന ലദഖലന്ന മുസല്ലിയാതുഹുന്ന അൽ ജന്ന. ഹേയ്, ഇത്രയും കഷ്ടപ്പെടുന്ന ഉമ്മമാര് വേറെ ഭൂമിയിൽ ഏത് പടപ്പുകളാവുള്ളത്? ഗർഭം ചുമന്ന് പ്രസവിച്ച് ഈ മക്കളെ പൊക്കത്ത് വെച്ച് ഇങ്ങനെ കൊണ്ടു നടക്കുന്ന കഷ്ടപ്പാട് കണ്ടപ്പോ പറയാ, അവര് ഭർത്താക്കന്മാർക്ക് വഴിപ്പെട്ടവളാണെങ്കിൽ, ഭർത്താക്കന്മാരുടെ പൊരുത്തം നേടിയവളാണോ എന്നാ അവരെന്നെ സ്വർഗത്തിലേക്കുള്ളത്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, ഇത്രയും വലിയ ഒരു ഭാഗ്യം. അപ്പൊ ഇനി മേലിൽ ഞാനൊരു പെണ്ണായി പോയല്ലോ, അല്ലാഹുവേ ഞാനൊരു സ്ത്രീയായി പോയല്ലോ എന്ന് ചിന്തിച്ചു എനിക്ക് ഈ ആർത്തവം വരുമ്പോ, അല്ലെങ്കിൽ ഈ പ്രസവം വരുമ്പോ, അല്ലെങ്കിൽ പ്രസവവേദന വരുമ്പോ, അല്ലെങ്കിൽ അതുപോലത്തെ ഛർദിയും ഓക്കാനും വിഷമങ്ങളും വരുമ്പോ അപകർഷതയ്ക്ക് പകരം നമ്മൾ എന്താർജിക്കണം? ഞാൻ പരിശുദ്ധമായ ദീനിൽ വലിയ സ്ഥാനം കൽപ്പിക്കപ്പെട്ടവളാണ്. എന്റെ ഈ ഓരോ അവസ്ഥകൾക്കും എനിക്ക് അല്ലാഹു വലിയ പ്രതിഫലം നൽകും. ആ പ്രതിഫലം കൊണ്ട് എനിക്ക് പുരുഷന്മാരെക്കാളും മുന്നേറി മുൻകടന്ന് അല്ലാഹുവിൽ വിജയിക്കാൻ കഴിയണം. അല്ലേ? അതല്ലേ നമ്മൾ ആവശ്യമുള്ളത്? അതുകൊണ്ട് എങ്ങനെ ഒരു പെണ്ണിനിക്ക് സ്വാലിഹത്താകാൻ കഴിയും? അതൊക്കെ പറയുമ്പോ ഇടയിൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. വിവാഹം കഴിഞ്ഞു 1 വർഷമായിട്ടില്ല, അതിനടുത്ത് ഭർത്താക്കന്മാർ മരിച്ചുപോയി. വല്ലാതെ കഷ്ടപ്പെടുന്ന ഉമ്മമാര്. അതല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് 2 or 3 മക്കളായി ദാമ്പത്യ ജീവിതത്തിന്റെ സുഖത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട പ്രിയതമനെ എന്റെ റൂഹ് അല്ലാഹു കൊണ്ടുപോയി, ആക്സിഡന്റിൽ മരിച്ചുപോയി. എത്രയാ. ഞാൻ നേരത്തെ ജോലി ചെയ്തിരുന്ന കാസർഗോഡ് ഒരു ചെറുപ്പക്കാരൻ, എത്രയോ കാലത്താഗ്രഹം, എന്തിന്? ഒരു വീട് വെക്കണം, എന്നിട്ട് ഭാര്യയും മക്കളെയും ആ വീട്ടിൽ നിന്ന് താമസിക്കണം. എന്തൊരു ചടങ്ങ്, എന്തൊരു വീടായിരുന്നു, എന്തൊരു ചടങ്ങായിരുന്നു. അന്ന് രാവിലെ സുബഹിക്ക് എത്രയോ ആലിമീകളും സാദാത്തുക്കളും മുഴുവൻ സംബന്ധിച്ച നല്ല ഒരു വലിയ മജ്ലിസ്. ആ മജ്ലിസ് കഴിഞ്ഞ് അന്ന് രാത്രിയിൽ നടക്കുന്ന ഒരു കുത്തുബിയത്ത്, വീട്ടിൽ നടക്കുന്ന ഒരു കുത്തുബിയത്ത് നേർച്ചയുണ്ടായിരുന്നു. ആ കുത്തുബിയത്തിലേക്കുള്ള ആവശ്യമായ മാംസം വാങ്ങാൻ പോകുമ്പോ ആ സഹോദരൻ ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയി. അവസാനം ആ ചെറുപ്പക്കാരന്റെ മയ്യത്താണ് ആദ്യത്തെ ആ രാത്രി ആ വീട്ടിൽ താമസിക്കേണ്ട ആ ചെറുപ്പക്കാരന്റെ മയ്യത്താണ് അന്നത്തെ രാത്രിയിൽ ആ വീട്ടിലേക്ക് എത്തിക്കുന്നതെങ്കിൽ, ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, അങ്ങനെ ഒരുപാട് ഉമ്മമാർ ഈ സദസ്സിലുണ്ടാവും. പ്രിയതന്മാർ മരിച്ചുപോയവർ, പ്രിയപ്പെട്ട ഭർത്താക്കന്മാർ, നേരത്തെ മരിച്ചുപോയി വിധവകളായവർ, അല്ലാഹു തആല എല്ലാവരുടെയും മരിച്ചുപോയവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. അവരെ നമ്മയും അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. എന്നാൽ അങ്ങനെ വിഷമം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർ ഓർക്കേണ്ടത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസാണ്. ഈ ഹദീസ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുക ഈ ഭൂമി ഏത് ലോകമാണ്. ഇന്നല്ലാഹ ഹറമ അലാ കുല്ലി ആദമിയിൻ അൽ ജന്നത യദ്ഖുലുഹാ ഖബ്ലി. എന്റെ മുമ്പ്
സ്വർഗത്തിൽ ഒരൊറ്റ ഇൻസിനെയും അള്ളാഹു കടത്തില്ല. അത് ഹറാമാക്കിയിട്ടുണ്ട്. ആദ്യം സ്വർഗത്തിനൊരു വട്ടക്കണ്ണിയുണ്ട്, ഒരു വാതിലിന്. ആ വട്ടക്കണ്ണി പിടിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചിട്ട് ഉദ്ഘാടനം ചെയ്യുന്നവൻ ഞാനാണെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ആദം നബി അലൈഹിസ്സലാം മുതൽ എല്ലാ അമ്പിയാക്കളും അന്നെന്റെ പതാകയിൽ എന്റെ പിന്നിലുണ്ടാകും. ആദ്യം സ്വർഗത്തിൽ കടക്കുന്നത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. എന്നാൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, മുത്തനബി പറയാണ്, എന്റെ മുമ്പ് ഒരാൾക്കും സ്വർഗത്തിൽ പ്രവേശനം ഇല്ല. ഞാൻ അന്ന് സ്വർഗത്തിലേക്ക് ഇങ്ങോട്ട് പോകുമ്പോ ഞാൻ എന്റെ വലതു ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കും. ഒരു പെണ്ണുത എന്റെ തൊട്ട് പിന്നിൽ ഇങ്ങനെ വേഗത്തിൽ വരുന്നു സ്വർഗത്തിന്റെ വാതിൽ. അമ്പിയാക്കളൊക്കെ എന്റെ പിന്നാലെ ഉണ്ട്, ഔലിയ ഉണ്ട്. അല്ലാഹു ആ കൂട്ടത്തിൽ നമുക്കും ഒരു അവസരം തരുമാറാകട്ടെ. മുത്തനബി സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന സദസ്സ് അല്ലാഹുവേ, ഈ മജ്‌ലിസിന്റെ ഹഖ് കൊണ്ട് സാധുക്കളായ ഞങ്ങളെയൊക്കെ ആ മജ്‌ലിസിൽ നീ ഉണ്ടാക്കണം റഹ്മാനേ. ഒരു സ്വർഗം ഉദ്ഘാടനം ചെയ്യാൻ അപ്പോഴാണ് ഒരു പെണ്ണ് തുബാദിറുനീ ഇലാ ബാബിൽ ജന്ന. നമ്മളൊക്കെ ഒരു വീട് ഉദ്ഘാടനം ചെയ്യുമ്പോ ബഹുമാനപ്പെട്ട സയ്യിദ് അവിടുത്തെ കരങ്ങൾ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ആ വാതിൽ ഇങ്ങനെ തുറക്കുമ്പോ തെക്കിത്തിരക്കി ഒരു പെണ്ണ് വന്ന എന്തായിരിക്കും അവസ്ഥ? ഇത് വീട് ഉദ്ഘാടനമല്ല, സ്വർഗത്തിന്റെ ഉദ്ഘാടനമാണ്. തുബാദിറുനീ ഇലാ ബാബിൽ ജന്ന ഫഅഖൂൽ, ഞാൻ അത്ഭുതപ്പെട്ടുകൊണ്ട് പറയും, മാലി ഹാദിഹി തുബാദിറുനീ, എന്താ ഈ പെണ്ണിനിക്ക് പറ്റിപ്പോയത്? അവൾ എന്റെ ഒപ്പരം അല്ലെങ്കിൽ തൊട്ടു പിന്നാലെ അവൾ കടന്നു വരുന്നു, ഇവൾക്ക് എന്തു പറ്റി എന്ന് പറയുമ്പോൾ എന്നോടതാ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് പറയപ്പെടും, യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയെ, അവളെ തടയണ്ട, അവൾ തങ്ങളെ പിന്നാലെ പോന്നോട്ടെ. എന്താ കാരണമെന്നറിയോ? അതൊരു പെണ്ണാണ്. നല്ല ഭംഗിയുള്ള, അഴകുള്ള, ആരോഗ്യമുള്ള, ആരും നോക്കി പോകുന്ന ഒരു പെൺകുട്ടിയായിരുന്നു അവള്. അവളുടെ ഭർത്താവ് പെട്ടെന്ന് അങ്ങ് മരിച്ചുപോയി. അവളുടെ ഭർത്താവ് അങ്ങ് മരിച്ചുപോയി. ഒന്നോ രണ്ടോ അനാഥ മക്കൾ ഉണ്ടായിരുന്നു. ആ മക്കൾക്ക് വേണ്ടി അവളുടെ യൗവനം മുഴുവനും അവൾ നീക്കിവെച്ചു. അവളുടെ വികാരങ്ങൾ അവൾ അടക്കി വെച്ചു. പലരും അവളെ ക്ഷണിച്ചു, പലരും അവളെ പ്രീണിപ്പിച്ചു, പലരും അവളെ വശത്താക്കാൻ നോക്കി. അതിനെയൊക്കെയും മറികടന്ന് ആ പെണ്ണ് ആ ചെറിയ പിഞ്ചു മക്കളെ ഓർത്ത് അവൾ ക്ഷമിച്ചു. അങ്ങനെ ആ മക്കളെ ഒരു സ്ഥാനത്തെത്തിക്കുന്നത് വരെ ക്ഷമിച്ച് കഷ്ടപ്പെട്ട പെണ്ണാണ് അവൾ. ആ ഒരൊറ്റ കാരണത്താൽ ആ പെണ്ണിനിക്ക് അല്ലാഹു ശുക്ർ ചെയ്തിരിക്കുന്നു. നബിയെ, തങ്ങളോടൊപ്പം സ്വർഗത്തിലേക്ക് അവൾക്ക് പാസുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഭർത്താക്കന്മാർ മരിച്ചുപോയ ഉമ്മമാർ, ഭർത്താക്കന്മാർ അല്ലെങ്കിൽ മരിച്ചുപോയ വിധവകൾ, അവരൊന്നും ഒട്ടും വിഷമിക്കണ്ട. അപ്പൊ ഞാൻ പറയുന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമുക്ക് എന്ത് വേണം? സ്വാലിഹത്ത് എന്ന് പറയുന്ന ടൈറ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം, അല്ലേ? നമുക്ക് സ്വർഗമല്ലേ വേണ്ടത്? നമ്മൾ ഈ ദുനിയാവിൽ വെറുതെയുള്ള ചെറിയ വിഷയങ്ങളൊക്കെ ഇങ്ങനെ സമയം കളഞ്ഞ് അതും പറഞ്ഞ് ഇതും പറഞ്ഞ് സമയം നീക്കി വെക്കാനുള്ളവരാണോ? നമ്മുടെ കൂടെയുള്ളവരൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കല്ലേ? വൈകാതെ നമ്മളും പോകൂലേ ഉമ്മമാരെ? സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തുന്നു. അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് പറഞ്ഞു, ഒരു വഴിക്ക് ഇങ്ങനെ പോകുമ്പോ സ്വഹാബത്ത് കൂടെ നിന്ന് സ്വഹാബ കുറച്ച് മണ്ണ് കൊണ്ടുപോവാ. എന്റെ നബിയെ, വെള്ളം തങ്ങളെ തൊട്ടടുത്തുണ്ടല്ലോ, പിന്നെ എന്തിനാ തങ്ങൾ മണ്ണ് കൊണ്ട് തയമം ചെയ്ത് നിസ്കരിക്കുന്നു? സ്വഹാബത്തിനോട് പറഞ്ഞ വാക്കെന്താണോ? സ്വഹാബ, ആ വെള്ളമുള്ള സ്ഥലത്തേക്ക് എത്തുമെന്ന് എനിക്കെന്ത് ഉറപ്പാ ഉള്ളത്?
ഏയ് ആ വെള്ളമുള്ള സ്ഥലത്തേക്ക് ഈ സാധുവായിരിക്കും എത്തുമെന്ന് എന്ത് ഉറപ്പാവുള്ളത്? കണ്ടോ, സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ ഹിബ്ബെന്ന് അറിയപ്പെടുന്ന ഉസാമ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി ഏറ്റവും മഹബത്ത് വെച്ച സഹാബിയാണ്. ഉസാമ റളിയല്ലാഹു അൻഹു പലപ്പോഴും കൊച്ചു കുഞ്ഞാകുമ്പോൾ തന്നെ മുത്തുനബി എടുത്ത് കളിപ്പിച്ച മോനാണ്. ആ ഉസാമ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വീട്ടിൽ വന്ന് റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ ഇന്ന ആളിൽ നിന്ന് ഒരു 100 ദിർഹം കടം വാങ്ങി. ആ കടം വാങ്ങിയിട്ട് ഞാൻ ഇന്ന വസ്തു വാങ്ങിയിട്ട് എന്തോ ഒരു വാഹനം വാങ്ങി എന്നൊന്ന് സന്തോഷ വാർത്ത പറഞ്ഞതാ. അപ്പോഴെന്താ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്? ഇന്ന ഉസാമത്തല ത്വബീലുൽ അമൽ. നമ്മൾ ഉസാമ ഭയങ്കര പ്രതീക്ഷയുള്ള ആളാണല്ലോ. ഉസാമ 1 മാസത്തെ അവധിക്ക് ഇതാ ഒരു വലിയ തുക കടം വാങ്ങിയിരിക്കുന്നു. ഉസാമക്ക് 1 മാസം ജീവിക്കുമെന്ന് ആര് ഗ്യാരണ്ടി കൊടുത്തു? റസൂലുള്ളാഹിയാ ചോദിക്കുന്നത്. 1 മാസം ജീവിക്കുമെന്ന് ആര് ഗ്യാരണ്ടി കൊടുത്തു? ഇത് പറഞ്ഞിട്ട് മുത്തനബി പറഞ്ഞു, ഭക്ഷണം ഇങ്ങനെ കഴിക്കുമ്പോ എന്റെ കയ്യിലുള്ള ഈ ഭക്ഷണം എന്റെ വായിലേക്ക് എത്തുമെന്ന് എനിക്ക് ഉറപ്പില്ല. ഈ തുറന്നു വെച്ച കണ്ണുകൾ പൂട്ടാനുള്ള സമയം കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ല. പിന്നെ ഉസാമക്ക് ഇങ്ങനെ 1 മാസത്തെ അവധിക്ക് കടം വാങ്ങാൻ തോന്നി. ഉമ്മമാരെ നമ്മൾ ഓർക്കണതൊക്കെ, മോന് മദ്രസയിൽ പോയ മോൻ ഇങ്ങനെ തിരിച്ചു വരികയാണ്, കരഞ്ഞു വരികയാണ്. എന്തേ മോനെ പറ്റിയത്? ഒന്നുമല്ല, കുട്ടികളൊക്കെ എന്നെ കളിയാക്കുകയാണ്, പരിഹസിക്കുകയാണ്. എന്തേ? ഈ അമീറുൽ മുഅ്മിനീന്റെ മോനല്ലേ? അതേ, ഖലീഫന്റെ മോനാന്ന് ഞാൻ പറയും. അപ്പൊ അവര് പറയും, എടാ എന്റെ കുപ്പായത്തിന് 12 കഷ്ണം വെച്ചിട്ടില്ലേ? ഈ 12 കഷ്ണം വെച്ച ഈ കുപ്പായത്തിൽ ഇനി എനിക്ക് പോകാൻ കഴിയില്ല ഉപ്പാ, അതുകൊണ്ട് എനിക്കൊരു വസ്ത്രം വാങ്ങിത്തരണം. ആര്? ഇസ്ലാമിക സ്റ്റേറ്റിന്റെ അമീർ ഖലീഫയുടെ മോനാ വന്ന് പറഞ്ഞത്. അങ്ങനെ തലതാഴ്ത്തിയിരുന്നു, കയ്യിൽ കാശില്ല. ഉടനെ കടലാസ് എടുത്തിട്ട് എഴുതി ബൈത്തുൽ മാലിന്റെ ഖാസിനിലേക്ക്, ബൈത്തുൽ മാലിന്റെ പൊതു മുസ്ലിം ഫണ്ടിന്റെ സെക്രട്ടറിയിലേക്ക് ഒരു എഴുത്ത്. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് എഴുതുന്ന എഴുത്ത് എന്ന് പറഞ്ഞിട്ട് എന്താ എഴുത്തിലുള്ളത്? എന്താണ് എഴുത്തിലുള്ളത്? പ്രിയപ്പെട്ട സെക്രട്ടറി, എനിക്ക് ഈ 1 മാസത്തെ ശമ്പളം, ഈ 1 മാസത്തെ ശമ്പളം ഒന്ന് മുൻകൂറായിട്ട് തരണം. എന്തേ? എന്റെ മോനൊരു വസ്ത്രം വാങ്ങാനാണ്. അപ്പോ ഈ മാസത്തെ ശമ്പളം കുറച്ചുകൂടി ദിവസം ഉണ്ടെങ്കിലും അതിന്റെ മുമ്പായി മുൻകൂറായിട്ടൊന്ന് തരണമെന്ന് പറഞ്ഞപ്പോ മഹാനായ ആ ഖാസിനിന്റെ മറുപടി എന്താണ്? അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവർക്ക് ഇങ്ങോട്ട് മറുപടി എഴുതി കൊടുക്കാൻ എന്താ വേണ്ടത്? 1 മാസത്തെ ശമ്പളം വേണോ? ഇപ്പൊ തന്നെ കൊടുത്തയക്കാം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ മാസം പൂർത്തിയാക്കുന്നത് വരെ ജോലി, 1 മാസത്തെ ശമ്പളം കിട്ടണമെങ്കിൽ ആ മാസം പൂർത്തിയാകുന്നത് വരെ ജീവിച്ചിരിക്കുമെന്ന് ഉമറെ നിങ്ങൾ ഇങ്ങോട്ട് ഉറപ്പ് തന്നാൽ ശമ്പളം അങ്ങ് കൊടുത്തയക്കും. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കയ്യിലിരുന്ന് ഈ കടലാസ് ഇങ്ങനെ വച്ചിട്ട് പറഞ്ഞു, 1 ദിവസം പോയിട്ട് 1 മണിക്കൂർ ഈ ഉമർ ജീവിച്ചിരിക്കുമെന്ന് ഗ്യാരണ്ടി തരാൻ കഴിയില്ല. ഇതാണ് നമ്മുടെ അവസ്ഥയെങ്കിൽ സഹോദരിമാരെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത് എന്താ? നമുക്ക് എന്നല്ലെങ്കിൽ നാളെ നമ്മൾ കടന്നു ചെല്ലാനുള്ള ആഹ്റത്തിലേക്കുള്ള യാത്രയിൽ നമുക്ക് വിജയം വേണ്ടേ? ആ വിജയം കിട്ടുന്നവരാണ് ഈ പറഞ്ഞ എല്ലാ ഹദീസിനും സ്വാലിഹത്തായ പെണ്ണായിരിക്കണം. അതിനെ കുറിച്ച് കഷ്ടപ്പാടുണ്ട്. പെണ്ണാകാൻ ഇപ്പൊ നമ്മളൊക്കെ അല്ലാഹു തആല തൗഫീഖ് തരുകയല്ലേ? ഇനി അത് സ്വാലിഹത്താകണം. അതിനു വേണ്ടിയാണ് അതിനെന്തൊക്കെ നമ്മൾ ചെയ്യണം, എങ്ങനെയൊക്കെ നമ്മൾ ജീവിക്കണം, നമ്മുടെ ജീവിതം, നമ്മുടെ സ്വഭാവം, നമ്മുടെ നടത്തം, നമ്മുടെ ഇരുത്തം, നമ്മുടെ വേഷം, അത് എങ്ങനെ ക്രമീകരിക്കണം, അതാണ് നമ്മൾ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുവാനാകട്ടെ. നമുക്ക് ആ നല്ലവരോട് കൂടി സ്വർഗത്തിൽ പോകണ്ടേ? അതല്ലേ നമ്മൾ ഈ ഭൂമിയിലെ ഈ ചെറിയ വിഷയങ്ങളൊക്കെ ഇങ്ങനെ സമയം കഴിഞ്ഞു പോകലാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതല്ല, അനന്തമായ അറ്റമില്ലാത്ത ഒരാളും കൂടെയില്ലാത്ത പാരത്രിക ലോക ജീവിതത്തിലേക്ക് ആവശ്യമായത് സംഭരിച്ചു പോകലാണോ? നോക്ക് നിങ്ങൾ,
ഒറ്റ ഒരു ഉദാഹരണം പറഞ്ഞ് ബറക്കത്തിന്റെ വേണ്ടി പറഞ്ഞു ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഷാഅല്ലാഹ് നിർത്തുക. എന്താണത്? സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അള്ളാഹുവിന്റെ ഹബീബ്, ഉമ്മമാരെ ഓർക്കണം, അള്ളാഹുവിന്റെ ഹബീബ് ആ പരിശുദ്ധമായ ഉംറ നിർവഹിക്കാൻ വേണ്ടി മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നല്ലോ, അല്ല മദീനയിൽ നിന്ന് മക്കയിലേക്ക് വന്നല്ലോ. ആ വഴിയിൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തടഞ്ഞപ്പോൾ അവർ തിരിച്ചു പോകുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ റസൂൽ ഒരു ഉടമ്പടി ചെയ്തു, ഒരു ബൈഅത്ത് ചെയ്തു. ലോക പ്രശസ്തമായ ബൈഅത്താണ്. ജീവൻ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കുമെന്നും ശപഥം ചെയ്തുകൊണ്ട് മരിക്കണോ ദീനിന് വേണ്ടി മരിക്കാമെന്ന വാക്ക് കൊടുത്തുകൊണ്ട് നിബിധങ്ങൾ ബൈഅത്ത് ചെയ്ത ബൈഅത്ത് ചരിത്ര പ്രസിദ്ധമാണ്. ആ ബൈഅത്തില് 70 പുരുഷന്മാർ ബൈഅത്ത് ചെയ്തു, 72 പുരുഷന്മാർ ബൈഅത്ത് ചെയ്തു. എന്നാൽ സ്ത്രീകളിൽ നിന്നോ 2 സ്ത്രീകളാണെന്ന് ബൈഅത്ത് ചെയ്തത്. 2 സ്ത്രീകൾ, ഒന്ന് സയ്യിദത്തുന നസീബ ബിന്തു കഅബിൽ മാസിനിയ എന്ന് പറയുന്ന ഉമ്മു അമ്മാറ എന്ന് പറയുന്ന പെണ്ണ് ഒന്ന്. അതുപോലെ മറ്റൊന്ന് ഉമ്മു മനിയ എന്ന് പറയുന്ന 2 സ്ത്രീകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നോട് ബൈഅത്ത് ചെയ്തത്. ആ ബൈഅത്തിൽ പക്ഷേ അവിടെ ഹദീസിൽ കാണാം വലാകിൻ മിൻ ഗൈരി മുസാഫഹത്തിൻ, ബൈഅത്ത് ചെയ്യുമ്പോൾ എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൈ കൊടുക്കും. കൈ കൊടുത്തുകൊണ്ട് മുസാഫഹത്ത് ചെയ്തുകൊണ്ട് ആ ബൈഅത്ത് ചെയ്തത്. പക്ഷേ നബി തങ്ങൾ ആ ബൈഅത്തിൽ കൈ കൊടുത്തിട്ടില്ല, സ്ത്രീകൾക്ക് കൈ കൊടുത്തിട്ടില്ല. ذلك لأن الرسول صلى الله عليه وسلم لا يصافح النساء. നബി തങ്ങൾ ജീവിതത്തിൽ അന്യ സ്ത്രീകൾക്ക് മുസാഫഹത്ത് ചെയ്ത ചരിത്രമേ ഇല്ല. പിന്നെ ഈ പഠിച്ച ദരീഖത്തിലൊക്കെ എവിടെയെങ്കിലൊക്കെ പോയി അബദ്ധത്തിലൊക്കെ ചെന്ന് ചാടുന്ന ആളുകൾ, പെണ്ണുങ്ങൾ ശൈഖിക്ക് കൈ കൊടുക്കുന്നു, ശൈഖിന്റെ കാലൊഴിഞ്ഞു കൊടുക്കുന്നു, ശൈഖ് ഒരു പാല് ബന്ധിച്ചു കൊടുത്താൽ മലകുടി ബന്ധം സ്ഥാപിക്കപ്പെടുന്നു എന്നൊക്കെ പറയുന്ന അബദ്ധങ്ങളിൽ ചെന്ന് ചാടാറുണ്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ, അള്ളാഹു നമ്മളെ ഈമാൻ സലാമത്താക്കുമാറാവട്ടെ. അങ്ങനെ ഈ 2 പെണ്ണുങ്ങളിൽ ഒരുത്തിയാണ് നസീബത്തുൽ മാസിനിയ എന്ന് പറയുന്ന ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ. ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ ബൈഅത്ത് ചെയ്തത് മുതൽക്ക് വളരെ സൂക്ഷ്മമായ ജീവിതമാണ്, വളരെ കണിശമായ ജീവിതമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിൽ വെച്ച് ബൈഅത്ത് ഏറ്റെടുത്തത് മുതൽക്ക് അവിടുത്തോട് വാക്ക് കൊടുത്ത മുഴുവൻ കാര്യങ്ങൾ അക്ഷരം പ്രതി പ്രവർത്തിച്ചു കൊണ്ട് മുന്നോട്ട് പോകുമ്പോ അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് യുദ്ധത്തിന് പുറപ്പെടുന്ന വിവരം അറിയുന്നത്. സുബ്ഹാനല്ലാഹ്. ആ കൂട്ടത്തിൽ ഏതാനും സ്ത്രീകൾക്ക് അവസരം ഉണ്ട് എന്നറിഞ്ഞു. എന്തിന്? യുദ്ധം ചെയ്യാനല്ല, യുദ്ധം ചെയ്യാനല്ല, മറിച്ച് അല്ലാഹുവിന്റെ വഴി യുദ്ധം ചെയ്യുന്ന ആളുകൾക്ക് വെള്ളം കൊണ്ടു കൊടുക്കുക, അതുപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന ചികിത്സ ചെയ്യുക, അവർക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുക, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്ന വിഷയത്തിന് വേണ്ടി ഉഹദിലേക്ക് പുറപ്പെടുമ്പോൾ കുറച്ച് സ്ത്രീകൾക്ക് അവസരമുണ്ടെന്ന് പറഞ്ഞപ്പോ ഉടനെ അവിടെ എത്തി ഉമ്മു അമ്മാർ റളിയല്ലാഹു അൻഹ. അങ്ങനെ ഉമ്മു അമ്മാർ റളിയല്ലാഹു അൻഹ മാത്രമല്ല, യുദ്ധത്തിലോ ഭർത്താവും കൂടെ വന്നിട്ടുണ്ട്, 2 മക്കളും ആ കൂട്ടത്തിലുണ്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ യുദ്ധം ആരംഭിച്ചു. വലിയ വിഷയമാണ്. ആ ഉഹദിന്റെ യുദ്ധത്തിന്റെ ഇടയിലാണല്ലോ മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ടു എന്ന കിംവദന്തി വരുന്നത്. വഫാത്തായിട്ടില്ല, ഏതോ ഒരു കുഴിയിൽ വീണതായി. സമയത്ത് ഏതോ ഒരു വിദ്വാൻ പറഞ്ഞു, ഇന്നി ഖതൽതു മുഹമ്മദ, ഞാൻ മുഹമ്മദിനെ കൊന്നു കളഞ്ഞു. ഇതൊന്ന് കേട്ടപ്പോ സഹാബത്ത് ഇങ്ങനെ നാലുപാട് നോക്കി. റസൂലുള്ളാഹിനെ കാണാനില്ല, റസൂലുള്ളാഹി തങ്ങളെ കാണാനില്ല. ആ കുന്നിന്റെ മുകളിൽ നിന്ന് ഇറങ്ങരുത് എന്ന് പറഞ്ഞ കഥ നിങ്ങൾക്കൊക്കെ അറിയാം. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിനെ കാണാതെ വന്നപ്പോ സ്വഹാബത്തിന് പേടിയായി. ശത്രുക്കൾ പറഞ്ഞത് ശരിയാണോ? അല്ലാഹുവിന്റെ റസൂൽ കൊല്ലപ്പെട്ടത് തന്നെ എന്നങ്ങ് ബോധ്യം വന്ന പലർക്കും തോന്നിപ്പോയ പലരും യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാൻ തുടങ്ങി. അപ്പോഴേക്ക് ശത്രുക്കൾ മലയുടെ മുകളിൽ കയറി
മലവെള്ളം പോലെ ഇങ്ങനെ അമ്പ് പെയ്യാൻ തുടങ്ങി. ആ പോർക്കളത്തിൽ ഉഹദിന്റെ രണാങ്കണത്തിൽ 10 ചില്ലാനം സ്വഹാബികളും റസൂലുള്ളാഹിയും മാത്രം അവശേഷിച്ചു. 100 കണക്കിന് ആളുകൾ മലയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ മഴ ഇങ്ങനെ പെയ്യും പോലെ അമ്പ് വരുന്നു. അല്ലാഹുവിന്റെ ഹബീബും 10 ചില്ലാനം സ്വഹാബികളും എന്ത് ചെയ്യും? പക്ഷേ ആ സമയത്ത് കുഴിയിൽ നിന്ന് ഇങ്ങോട്ട് ചാടി ഇങ്ങോട്ട് കേറിയ ഹബീബ് അങ്ങ് പറഞ്ഞുപോയി, അന നബിയുല്ല കദിബോ അന ഇബ്നു അബ്ദുൽ മുത്തലിബ്, ഞാൻ നബിയാണ്, കള്ളമല്ല പറയുന്നത്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മോനാണെന്ന് പറഞ്ഞിട്ട് ചാടി ഇങ്ങോട്ട് കേറിയിട്ട് അങ്ങോട്ട് യുദ്ധം തുടങ്ങി. സഹാബികൾ വല്ലാതെ വിഷമിച്ചു. കാരണം റസൂലുള്ളാഹിക്കൊന്നും സംഭവിക്കരുത്. അമ്പ് വരുമ്പോ മുത്തുനബിയുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ അമ്പ് വരുമ്പോ ആ അമ്പ് വരുന്നിടത്തൊക്കെ സ്വഹാബത്ത് ശരീരം കാണിച്ചു കൊടുക്കുകയാണ്. ഇതിന് റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ തട്ടരുത്. എന്നിട്ടും ഉഹദിൽ അവിടുത്തെ മുൻപല്ല് പൊട്ടിപ്പോയിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങളുടെ ശരീരത്തിൽ തല പൊട്ടിപ്പോയിട്ടുണ്ട്. രക്തം വാർന്നൊഴുകിയിട്ടുണ്ട്. വലിയ വിഷയമാണ്. ആ സമയത്ത് ഈ നസീബത്തുൽ മാസിരിയ എന്ന് പറയുന്ന ഉമ്മു അമ്മാർ പറയുന്നു, ഞാൻ വെള്ളം കൊണ്ടുവരാൻ ദൂരെ പോയതായിരുന്നു. വെള്ളവുമായി ഇങ്ങോട്ട് വരുമ്പോഴാണ് കേൾക്കുന്നത് എന്ത്? അല്ലാഹുവിന്റെ റസൂൽ കാണുന്നത് റസൂലുള്ളാഹി തങ്ങളെ ഇങ്ങോട്ട് മുശ്രിക്കുകളിൽ വളഞ്ഞിട്ട് ഇങ്ങനെ വെട്ടും കുത്തും അമ്പും വരുന്ന ഈ സമയം. ആ സമയത്ത് ഒരൊറ്റ ഓട്ടമാണ്. ഞാൻ അൽഖത്തു ഉമ്മു അമ്മാർ റസിഖാഹ, കയ്യിലുണ്ടായിരുന്ന തോൽപാത്രം അങ്ങോട്ട് വലിച്ചെറിഞ്ഞു. ഞാൻ ഈ കഥ പറയുന്നത് മനസ്സിലാക്കണം. തോൽപാത്രം അങ്ങോട്ട് വലിച്ചെറിഞ്ഞു. എന്നിട്ട് കാട്ടിൽ താമസിക്കുന്ന പുലിക്കുഞ്ഞുങ്ങളെ, കടുവ കുഞ്ഞുങ്ങളെ നേരെ ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ തള്ളക്കടുവയോ തള്ളപ്പുലിയോ അല്ലെങ്കിൽ സിംഹമോ ചീറ്റി വന്നിട്ട് ആക്രമിക്കൂലെ, ഈ രൂപത്തിൽ ഒരു ഈറ്റപ്പുലിയെ പോലെ ഉമ്മു അമ്മാറെ അങ്ങോട്ട് പോർക്കളത്തിലേക്ക് ഓടുകയാണ്. എന്നിട്ട് എന്താ ചെയ്യുന്നറിയോ? റസൂലുള്ളാഹിന്റെ ചുറ്റും ഇങ്ങനെ പമ്പരം തിരിയുമ്പോൾ ഇങ്ങനെ തിരിയാ. ഇതിന് റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ ഒരു അമ്പ് നടക്കരുത്. റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ നടക്കരുത്. എന്റെ മേലിൽ വന്നാലും വേണ്ടില്ല. ആ യുദ്ധം കഴിഞ്ഞ ശേഷം റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസിൽ കാണാം, ഞാനന്ന് യമീനം വലാ ശിമാല, ഇടതു ഭാഗത്തേക്കും വലതു ഭാഗത്തേക്കും എവിടെ തിരിഞ്ഞു നോക്കിയാൽ അവിടെ ഉമ്മു അമ്മാറെ ഞാൻ കണ്ടിരുന്നു. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോ അവിടെ എത്തിയിട്ടുണ്ടാവും. ഇങ്ങോട്ട് തിരിയുമ്പോ എവിടെയുണ്ട് എന്ന് പറഞ്ഞാൽ വട്ടം കറക്കുക. ആ സമയത്താണ് സയ്യിദത്തുനാ ഉമ്മു അമ്മാർ റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ ഇങ്ങനെ റസൂലുള്ളാഹിയെ തൊട്ട് തടഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു മല്ലൻ, ഇബ്നു ഖൈമ എന്ന് പറയുന്ന ഒരു മല്ലൻ, ഒരു പെരുമ്പടപ്പ്, വലിയ രാജാനുബാഹുവായ മുശ്രിക്ക് റസൂലുള്ളാഹിന്റെ നേരിട്ട് വരിക. ഐന മുഹമ്മദ് ദല്ലൂനി അലാ മുഹമ്മദ്, എവിടെയാ മുഹമ്മദ്? മുഹമ്മദ് ഒന്ന് കാണിച്ചു തരും, ഞാൻ അവരൊന്ന് വെട്ടട്ടെ എന്നും പറഞ്ഞിട്ടൊരു മല്ലൻ ഇങ്ങനെ ചീറ്റി വരുന്നു. ഉടനെ സബീലഹു, ആ മല്ലന്റെ നേരെ വഴി തടയാൻ ചെന്നതാരാ? ഒന്ന് അന, മഹദിയായ ഉമ്മു അമ്മാർ പറയുന്നു, ഒന്ന് ഞാനായിരുന്നു. മറ്റൊന്ന് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു, ഞങ്ങൾ രണ്ടുപേരും ഇവന്റെ നേരെ ചെന്നു. മുസ്അബ് ബിൻ ഉമൈർ തങ്ങൾ കുറച്ച് വൃദ്ധനാണ്, അവശനാണ്. ഇവനാണെങ്കിൽ ഒരു പെരുമ്പടപ്പ്, ഇവനൊരൊറ്റ ഭീഷനാണ്. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ഷഹീദായി വീണു. പിന്നെ ഇവനെ നേരിടാൻ ഞാനാണ്. ഞാൻ കഴിവിന്റെ പരമാവധി ഞാൻ തടഞ്ഞു നോക്കി, പക്ഷേ ഇവനെനിക്ക് കീഴൊതുങ്ങുന്നില്ല. അപ്പോഴേക്ക് പിരിഞ്ഞുപോയ പല സ്വഹാബിമാരും തിരിച്ചു വരുന്നുണ്ട്. യുദ്ധത്തിന്റെ രംഗങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ കാണുന്നു എന്റെ മോൻ പോർക്കളത്തിൽ വീണിട്ടുണ്ട്. അവൻ എങ്ങനെയാ വീണ് കിടക്കുന്നതെന്നറിയോ? കയ്യിന് വെട്ടുകൊണ്ടിട്ട് ആ എല്ലൊക്കെ മുറിഞ്ഞിട്ട് ഒരു തോലിങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. അതുകൊണ്ട് അവനക്കൊന്നും നടക്കാനോ ഓടാനോ ഒന്നും കഴിയുന്നില്ല. ഞാനങ്ങോട്ട് ഓടിച്ചെന്നു. ഉമ്മമാർ തങ്ങൾ പറയാ, ഞാനങ്ങോട്ട് ഓടിച്ചെന്നിട്ട് എന്റെ വസ്ത്രം കീറിയിട്ട് ഈ കൈയങ്ങ് വെച്ച് വെച്ചു. എന്തിന്? വേഗം മുറിവ് ഉണക്കാനല്ല. ഞാൻ എന്റെ മോനോട് പറഞ്ഞു, ഇൻഹദിയാബുലയ്യ, എന്താ മോനെ കിടക്കുന്നത്? എഴുന്നേറ്റ് പോ, ആ മുശ്രിക്കിനോട് യുദ്ധം ചെയ്യൂ, അല്ലാഹുവിന്റെ റസൂലിനെ സംരക്ഷിക്കപ്പെടണം. കണ്ടോ? ആ മോനെ അവസാനം എഴുന്നേൽപ്പിച്ചു ഓടി. അവസാനം
സയ്യിദത്തുന ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ വെട്ടുകൊണ്ട് വീണുപോയി. വീണ സമയം സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി ഏകദേശം സഹാബത്തൊക്കെ തിരിച്ചു വന്ന് യുദ്ധമൊക്കെ ഇങ്ങനെ വിജയിച്ച് അഥവാ അങ്ങനെ പരാജയത്തിൽ നിന്ന് രക്ഷപ്പെട്ട സമയം അള്ളാഹുവിന്റെ ഹബീബ് ചോദിക്കുകയാണ്, അല്ല അയിന ഉമ്മു അമ്മാറ, നേരത്തെ എന്റെ ചുറ്റും ഓടി നടന്ന ആ പെൺകുട്ടിയില്ലേ, അവൾ എവിടെ പോയി? പരോ പറഞ്ഞു, നബി അവിടെ വീണ് കിടക്കുന്നത്. ഓടിച്ചെന്നു സാഹബ്. നോക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയപാടും രക്തത്തിൽ കുളിച്ചു ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോഴാണ് ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, വദല്ലാഹ ലനാ അൻ നുറാഫികക ഫിൽ ജന്ന. നബിയേ, ഒന്നും വേണ്ട, ഞാൻ മരിക്കാൻ പോകുക, അല്ലെങ്കിൽ മരിച്ചേക്കാം, പക്ഷെ എനിക്കൊരു ആവശ്യമുണ്ടോ? ഈ ഉഹദിന്റെ പോർക്കളത്തിന് വെട്ടുകൊണ്ട് കിടക്കുന്ന ഈ പെൺകുട്ടി പറയുന്ന ആവശ്യം എന്താ? നബിയേ, സ്വർഗത്തിൽ ഒന്നും വേണ്ട എന്നങ്ങ് പറഞ്ഞപ്പോ കൈ ഉയർത്തി സഹാബത്ത് ആമീൻ പറഞ്ഞു. അല്ലാഹുമ്മ ജഅൽഹും റുഫഖാഇ ഫിൽ ജന്ന. കൈ ഉയർത്തി റസൂൽ പറയാ, നബിയേ, പടച്ചോനെ, ഈ കുടുംബത്തിന് മുഴുവനും എന്നോട് കൂടെ സ്വർഗത്തിൽ ഒരു സ്ഥാനം അവർക്ക് കൊടുക്കണം അല്ലാഹ് എന്നങ്ങ് ദുആ ചെയ്തപ്പോ, പ്രിയപ്പെട്ട സഹോദരിമാരെ നല്ലോണം ഓർക്കണം, ഉമ്മു അമ്മാറ ആ പോർക്കളത്തിൽ വെച്ച് പറഞ്ഞൊരു വാക്കാണ്. എന്താണ്? യാ റസൂലല്ലാഹ് മാ ഉബാലി ബഅദ ദാലിക മാ അസാബനി ഫിദ്ദുനിയാ. സ്വർഗത്തിൽ തങ്ങൾ കൂടെ ഒരിടം എനിക്ക് ഉണ്ടോ? തങ്ങൾ ദുആരുന്നു, ഇനി എനിക്ക് മരണമോ എന്ത് സംഭവിച്ചാലും മാ ഉബാലി, ഞാനത് വിലവെക്കുന്നില്ല. എന്റെ വിഷയം സ്വർഗത്തിൽ ഒരിടം നബിയെ തങ്ങളോട് കൂടെ കിട്ടണം. അതുകൊണ്ട് ഇനി എനിക്കൊരു പ്രശ്നമില്ല, മരിക്കെങ്കിൽ മരിച്ചോട്, പക്ഷെ മരിച്ചില്ല. ഖാദിസിയ യുദ്ധത്തിലാണ് സയ്യിദത്തുനാ ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ അവസാനം മരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തി, പ്രിയപ്പെട്ട സഹോദരന്മാർ, നമുക്ക് ദുനിയാവിൽ ഇങ്ങനെ ജീവിച്ച് അങ്ങനെ എന്തെങ്കിലും രോഗം വരുമ്പോൾ രോഗം വന്ന് അങ്ങ് മരിച്ചു പോയാൽ പോരാ. നേരത്തെ പറഞ്ഞ ഒരു പെണ്ണായി ഞാൻ ജനിച്ചത് കൊണ്ട് അപകർഷതാ ബോധമില്ലാതെ എനിക്ക് സ്വർഗത്തിലെത്തണം. എന്റെ ഒരു ആർത്തവ തുള്ളി കൊണ്ടും എന്റെ ദോഷം ഓർപ്പിക്കപ്പെടുന്ന ഒരു പെണ്ണാകണം ഞാൻ ഗർഭിണിയാകുന്നത് കൊണ്ടും ഞാൻ പ്രസവവേദന അനുഭവിക്കുന്നത് കൊണ്ട്, ഞാൻ മുലയൂട്ടുന്നത് കൊണ്ട്, ഉറക്കൊഴിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു സ്ത്രീ കൊണ്ടാകുന്ന ഏതെങ്കിലും ഒരു നിലക്കുള്ള വിഷമം കൊണ്ടോ എനിക്ക് എന്റെ ദോഷങ്ങൾ പൊറുക്കൽ മാത്രമല്ല, ഉമ്മു അമ്മാറ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ റസൂലിനോട് കൂടെ അനന്തമായ അറ്റമില്ലാത്ത ലോകത്ത് സ്വർഗത്തിൽ ഒരിടം വേണ്ടേ? വേണ്ട ഉമ്മമാര്, അതിനു വേണ്ടിയാണ് ഈ ക്ലാസ് ഇവിടെ ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നത്, ഇൻഷാ അല്ലാഹ് 2 ബുധനാഴ്ചകൾ കൂടുമ്പോൾ, ഇന്ന് ഒരു ബുധനാഴ്ചയാണ്, അടുത്ത ബുധനാഴ്ചയല്ല അതിൻ്റെ അടുത്ത ബുധനാഴ്ച ഇൻഷാ അല്ലാഹ് നമ്മുടെ വിഷയത്തിലേക്ക് ഇനി വരും. ഇപ്പൊ ഒന്ന് തുടക്കം എന്ന നിലക്ക് സ്ത്രീ ആരാണെന്നും അവരുടെ ലക്ഷ്യം എന്താണെന്നും നമ്മളെ ഈ ജീവിതത്തിൽ നമ്മൾ ഉദ്ദേശിക്കേണ്ടത് എന്താണെന്ന് ഓർമ്മപ്പെടുത്തൽ മാത്രമേ നടക്കൂ. അപ്പോ ക്ലാസിന്റെ ദിവസം വിഷയങ്ങളൊക്കെ ഇനി നമുക്ക് സൗകര്യം പോലെ തീരുമാനിക്കും. അപ്പൊ ഇപ്പൊ പറഞ്ഞു വരുന്നത്, ആ ക്ലാസ്സിൽ നിങ്ങൾ അറിയിക്കുമ്പോൾ ഇത് മഹല്ല ജമാഅത്തിന്റെ കീഴിൽ ബഹുമാനപ്പെട്ട സയ്യിദ് അറിയിച്ചതുപോലെ എല്ലാ ആളുകളും ഭാഗഭാക്കാവുകയും അങ്ങനെ അല്ലാഹുവിന്റെ ദീനിലേക്ക് കൂടുതൽ 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 അടുക്കുകയും മരണം അടുക്കുന്തോറും നല്ലവരായി നല്ലവരായി ഹൃദയം പ്രകാശിച്ച് പ്രകാശിച്ച് അവസാനം നൂറുൻ അലാ നൂർ എന്ന് പറയുന്ന അവസ്ഥയിൽ ഈ ലോകത്തിൽ വിട പറയാൻ നമുക്ക് കഴിയും. റഹ്മാനായ റബ്ബ് അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതിനുള്ളൊരു മജ്‌ലിസായി അല്ലാഹു ഇതിനെ നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു.
അപ്പോൾ ഒരു സഹോദരി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി അറിയിച്ചിരുന്നു. മകന് സുഖമില്ലാതെ